സന്യാമർഷി ഈശ്വരാമി ആനന്ദാഗ്നികാമീശ്വരി സദാശിവസമാരംഭാ മധ്യമ അസ്മദാചാര്യസ്മൃതി ഭഗവത്പാദ ശങ്കരം ലോകശങ്കരം ശങ്കരം ശങ്കരാചാര്യ സൂത്രഭാഷ്യകൃതോ വന്ദേ ഭഗവാനോ പുനഃ പുനഃ ഈശ്വരോ ഗുരുരാത്മേവി മുക്തിഭേദവിഭാഗി വ്യോമവദ്ഭക്തദേഹായ വിഷ്ണുനാമൂർത്തയേ ബൃഹദാരണ്യം എട്ടാന് സഹോവാച അജാതശത്രു പ്രതിലോമം ച ഏതദ് യദ്ബ്രാഹ്മണ ക്ഷത്രിയമുപേയാത് ബ്രഹ്മമേ വക്ഷ്യതീതി വേവത്വജ്ഞപയിഷ്യാമീതി തം പാണോ ആദായ ഉത്തസ്ഥോ തൗഹ പുരുഷം സുപ്തം ആജഗ്മതഃ തം ഏതൈർനാമഭിഃ ആമന്ത്രയാം ചക്രേ ബൃഹൻ പാണ്ഡരവാസഃ സോമരാജന്നിതി സന ഉത്തസ്ഥോ തം പാണിന ആപേഷം ബോധയാം ചകാര സഹ ഉത്തസ്ഥോ ഇവിടെ ഗാർഗ്യബ്രാഹ്മണൻ അജാതശത്രു രാജാവിനെ ഉപദേശിക്കുന്നു. അത് തുടങ്ങുന്ന എങ്ങനെയാണ്? എന്താണ് ബ്രഹ്മം? അത് ഞാൻ നിന്നെ ഉപദേശിക്കാം എന്ന് പറഞ്ഞാൽ തുടങ്ങും. ഒരു ബ്രഹ്മത്തെ കുറിച്ച് ഉപദേശിച്ചു. സൂര്യനിൽ കാണുന്നതാണ്, ചന്ദ്രനിൽ കാണുന്നതാണ്, വായുവിൽ കാണുന്നതാണ്, ആകാശത്തിൽ കാണുന്നതാണ് എന്നിങ്ങനെ. ഈ കേട്ട ഒന്നും അജാതശത്രു നിഷേധിച്ചില്ല. അതൊന്നും ബ്രഹ്മമല്ല എന്ന് പറഞ്ഞില്ല. അതിനാ കേട്ടുകഴിഞ്ഞതിന് ശേഷം ഒടുവിൽ ചോദിച്ചു, എന്താണ്? സഹോവാച അജാതശത്രു ഏതാവന്നു. ഇത്രയേ ഉള്ളൂ? അത് ചോദിച്ചു. ഈ പറഞ്ഞാലും ഞാൻ അംഗീകരിച്ചു. പക്ഷെ ബ്രഹ്മം എന്ന് പറയുന്നത് ഇതല്ല എന്ന് പറഞ്ഞില്ല. ഇത്രയേ ഉള്ളൂ. നിർജാതമഹോസി അധികമുപ്യസ്തി കിമേതാവത് ബ്രഹ്മ. ബ്രഹ്മം എന്ന് പറയുന്നത് ഇത്രയേ ഉള്ളൂ, അതോ ഇനി എന്തെങ്കിലും പറയാനുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോ ഗാർഗ്യബ്രാഹ്മണൻ എന്താ പറഞ്ഞത്? ഏതാവധീതി, ഇത്രയേ ഉള്ളൂ. അവിടെയാണ് അജാതശത്രു പറയുന്നത്, ഇത് പോരാ, ഏതാവത വിദിതം ഭവതി,
ഇത്രയും കൊണ്ട് സാധ്യമാകില്ല. ബ്രഹ്മത്തെക്കുറിച്ച് ഇതുവരെ പറഞ്ഞതൊക്കെ ശരി, ഇത് പോരാ. എന്നുവെച്ചാൽ ബ്രഹ്മത്തെക്കുറിച്ചുള്ള ഈ അറിവ് പൂർണ്ണമല്ല. സൂര്യനും ചന്ദ്രനും എല്ലാം കാണുന്ന പ്രാണനാണ് ബ്രഹ്മം. അല്ലെങ്കിൽ പ്രാണോപാധിക, പ്രാണനാകുന്ന ഉപാധിയോടുകൂടിയ ചൈതന്യം. സാധാരണ ഇതിന് ശ്രുതിയിൽ പലയിടത്തും പ്രാണൻ എന്ന് പറയും, ചിലടത്ത് ഹിരണ്യഗർഭൻ എന്ന് പറയും. അതൊരു ഉപാധിയോടുകൂടി പറയുന്നതാണ്. ഇത്തരം ഉപാധികളിലൂടെ ചില പ്രത്യേക ഗുണവിശേഷങ്ങളോടുകൂടി ഉപാസിക്കുന്ന ഒന്ന്. ഇത്രയും പറഞ്ഞാൽ പോരാ. ഇത് ബ്രഹ്മത്തെ കേവലം ഉപാസനയ്ക്ക് വേണ്ടി നിർദ്ദേശിക്കുന്നതാണ്. അതുകൊണ്ട് ഇത് പോരാ എന്ന് പറഞ്ഞു. സഹോവാച ഗാർഗ്യ. ഗാർഗ്യൻ പറഞ്ഞു എന്താണ്? ഉപത്വ യാനി, ഞാൻ അങ്ങേ ശരണം പ്രാപിക്കുന്നു. പക്ഷേ ത്വയാനി ത്യുപഗച്ഛാനി, ഞാൻ അങ്ങേ ഉപസദനം ചെയ്യുന്നു. ഗുരു ഉപസദനം ഉപനിഷത്തിൽ പല ഭാഗത്തും വരുന്നതാണ്. ഗുരുവിന് ആത്മസമർപ്പണം ചെയ്യുക പലതവണ ചർച്ച ചെയ്തിട്ടുള്ളതാണ്. സമിത്പാണിയായി ഗുരുവിനെ സമീപിക്കുക, ഒരാളെ ഉപദേശത്തിന് വേണ്ടിയിട്ട് ഗുരുവായി സ്വീകരിക്കുക, അതാണ് ഉപഗമനം. ത്വം യഥ അന്യ ശിഷ്യു ഗുരു, അതോട് വ്യക്തമായും പറയുന്നുണ്ട്. എങ്ങനെയാണ് ഒരു ശിഷ്യൻ ഗുരുവിനെ സമീപിക്കുന്നത്, അതുപോലെ ഞാൻ അങ്ങേ സമീപിക്കുന്നത്. ആ നിമിഷം വരെ ഗുരുവായി ഉപദേശിച്ചുകൊണ്ടിരുന്ന ആളാണ്. പക്ഷെ തന്റെ അറിവ് അപൂർണമാണെന്ന് മനസ്സിലാക്കിയപ്പോൾ ഇവിടെ ഗാർഗ്യൻ യാതൊരു അഭിമാനം കൂടാതെ തന്നെ പറഞ്ഞു, ഞാൻ ഒരു ശിഷ്യൻ എങ്ങനെയാണോ ഗുരുവിനെ സമീപിക്കുന്നത് അതുപോലെ അങ്ങേ ആശ്രയിക്കുന്നു. ഉപസീതാനി, അതിനുവേണ്ടി ഇനി അശേഷിക്കുന്ന ഭാഗം അറിവിന്റെ പൂർണ്ണതയ്ക്ക് വേണ്ടി സഹോവാച അജാതശത്രു. ഇവിടെ അടുത്ത് അജാതശത്രു പറയുന്നത് തന്നെ ഒരാൾ ഉപദേശിക്കാം, അതും എന്താണ് ബ്രഹ്മം എന്ന് പറയുന്ന വലിയൊരു വിഷയത്തെക്കുറിച്ച് ഉപദേശിച്ചു കഴിഞ്ഞപ്പോൾ അയാൾക്ക് തന്നെ ബോധ്യപ്പെട്ട് തനിക്കിതിനെക്കുറിച്ച് കാര്യമായ വിവരം ഇല്ല. അങ്ങനെ തനിക്ക് വിവരമില്ലാത്ത ഒരു കാര്യം, അതും ഈ കാര്യങ്ങളിലെല്ലാം അറിവുണ്ടെന്ന് പ്രസിദ്ധനായ ഒരാളുടെ അടുത്ത് പോയി ഉപദേശിക്കുക, അതൊരുതരം അല്പത്വമാണ്, അഹന്തയാണ്. അറിവില്ലാത്ത കാര്യം ഉപദേശിക്കാൻ പോവുക. അറിവില്ലാത്തവരാണെങ്കിൽ ശരി, അറിവുള്ള ആൾ. അപ്പം അങ്ങനെ ഒരു അഹങ്കാരമുള്ള ആളാണ് ഗാർഗ്യ ബ്രാഹ്മണൻ എന്ന് ശ്രുതി തന്നെ പറയുന്നത് തുടക്കത്തിൽ. ദൃപ്ത ബാലാകി, ദൃപ്തനായവൻ, അല്പമായ അറിവുകൊണ്ട് അഹങ്കരിച്ചവൻ, അല്ലെങ്കിൽ ഉപദേശിക്കാൻ പോകത്തില്ലല്ലോ. അങ്ങനെ അഹങ്കാരത്തോടുകൂടി വന്ന ഒരാള് വന്ന് ഉപദേശിക്കുമ്പോൾ അയാൾക്കൊരു ചെറിയ ശിക്ഷ കൊടുക്കേണ്ട ആവശ്യമാണ്. പക്ഷെ ഇവിടെ വേറെ ശിക്ഷയൊന്നുമില്ല. ഇവിടെ അജാതശത്രു ഒന്ന് ചെറുതായിട്ടൊന്ന് കളിയാക്കി വിടുകയാണ്. അത് ഏറ്റു. അതാണ് ഭാഷ്യകാലം പറയുന്നു, തം ഗാർഗ്യം സലജ്ജം അലക്ഷ്യ. അജാതശത്രു പറയുന്ന കേട്ടിട്ട് ഗാർഗ്യന് ലജ്ജയുണ്ടായി എന്നാണ്.
ഒരാളെ ലജ്ജിക്കുന്ന ഇപ്പം കളിയാക്കുമ്പോഴാണ്. തനിക്കിങ്ങനെ ഒരു അബദ്ധം പറ്റിയല്ലോ, അറിവുള്ള ഒരാളിനെ അറിവില്ലാത്ത വിഷയങ്ങൾ ഉപദേശിക്കാൻ ചെന്നു പോയല്ലോ എന്നുള്ള ഓർത്തൊരു ലജ്ജ, അത് ഭാഷ്യകാരൻ അംഗീകരിക്കുന്നു. അങ്ങനെ ആ സലജ്ജം ലജ്ജയുള്ളവനായി കണ്ടു, ലജ്ജിക്കുന്നതായി കണ്ടു. ലജ്ജിക്കാൻ വേണ്ടി എന്താ പറഞ്ഞത്? പ്രതിലോപം ഏതത് ബ്രാഹ്മണ ക്ഷത്രിയോപേയ. എങ്ങനെയാ പരിഹസിച്ചത്? ഇത് നേരെ വിപരീതമാണല്ലോ ഇവിടെ സംഭവിച്ചിരിക്കുന്നത്. പ്രതിലോപം ഏതത് ഇക്കാര്യം എന്താണ്? ബ്രാഹ്മണ ക്ഷത്രിയ ഉപേയാത് ബ്രഹ്മത്തെ വക്ഷ്യതീതി. ബ്രഹ്മമേ വക്ഷ്യതീതി. ബ്രാഹ്മണൻ ക്ഷത്രിയന്റെ അടുത്ത് വന്ന് ചോദിക്കുന്നു, എനിക്ക് ബ്രഹ്മത്തെ ഉപദേശിച്ചാലും. ഇത് വിരുദ്ധമായൊരു കാര്യമാണല്ലോ. എന്തുകൊണ്ട്? ഗാർഗ്യൻ ബ്രാഹ്മണ ഗോത്രത്തിൽ പറഞ്ഞ ആളാണ്. നേരത്തെ പറഞ്ഞല്ലോ, അനൂചാൻഹ, വേദമെല്ലാം ശരിയായി അധ്യയനം ചെയ്തവനാണ്. അതിന്റെ താല്പര്യത്തെ ഗ്രഹിക്കാത്തതുകൊണ്ടാണ് ഇവിടെ ബ്രഹ്മത്തെ ശരിക്ക് മനസ്സിലാക്കാനും ഉപദേശിക്കാനും കഴിയാതെ പോയത്. എങ്കിലും വേദാധ്യയനം ചെയ്തവനാണ്, ചതുർവേദിയാണ്. അങ്ങനെ ഒരു വൈദിക അഭിമാനത്തോടുകൂടി ഉള്ളവർ, അങ്ങനെയുള്ള ഈ ഗാർഗ്യ ബ്രാഹ്മണൻ അധ്യയനം, അധ്യാപനം തുടങ്ങിയ കർമ്മങ്ങൾ നിരതനായിരിക്കുന്നവനാണ് ബ്രാഹ്മണൻ. സാധാരണ ബ്രാഹ്മണൻ ഇത് പഠിച്ചിട്ട് മറ്റുള്ളവരെ പഠിപ്പിക്കുന്ന ആളാണ്, വേദത്തെ ചൊല്ലിക്കൊടുക്കുന്ന ആളാണ്. അങ്ങനെയുള്ള ഒരാള് ഒരു ക്ഷത്രിയന്റെ സമീപത്തിൽ, ക്ഷത്രിയൻ എന്താണ് ചെയ്യുന്നത്? അതല്ലല്ലോ ക്ഷത്രിയന്റെ ജോലി. വേദം പഠിക്കുകയും പഠിപ്പിക്കുകയല്ല, രാജ്യം ഭരിക്കുകയാണ്. അങ്ങനെയുള്ളൊരു ക്ഷത്രിയന്റെ അടുത്ത് വന്നിട്ട് എനിക്ക് ബ്രഹ്മത്തെ ഉപദേശിക്കണമെന്ന് പറയുന്നു. ഞങ്ങൾ ആചാര്യന്മാരാണ്, ഗുരുക്കന്മാരാണ്, ഞങ്ങളാണ് മറ്റുള്ളവരെയൊക്കെ ഉപദേശിക്കേണ്ടത്, മറ്റുള്ളവരെല്ലാം ഞങ്ങൾക്ക് താഴെയാണ്, ശിഷ്യന്മാരാണ്. ഇങ്ങനെയൊരു മനോഭാവത്തോടുകൂടി നടക്കുന്നവരാണല്ലോ നിങ്ങളെപ്പോലുള്ള ആൾക്കാർ. ഇപ്പൊ ഇവിടെ വന്ന് വിദ്യ ചോദിക്കുന്നു. ഇതൊരു പരിഹാസമാണ്. എന്നുവെച്ചാൽ ദൃപ്ത ബാലാകി, അഹങ്കാരത്തിന് കൊടുത്ത ഒരു ചെറിയ കൊട്ടാണ്. അറിവില്ലാതെ അറിവുണ്ടെന്ന് ഭാവിച്ചു. പൂന്താനം പറയുന്ന പോലെ ബ്രാഹ്മണ്യം കൊണ്ട് കുന്തിച്ച് കുന്തിച്ച് ബ്രഹ്മാവ് പോലും തനിക്ക് സമനല്ല എന്ന് കരുതി നടക്കുന്നു എന്ന് പറയുമല്ലോ. ഒരു പരിഹാസം. അതുപോലെ ഒരു പരിഹാസമാണ് ഇവിടെയും. ലോകത്തിന്റെ മുഴുവൻ ആചാര്യനാണെന്ന് പറഞ്ഞു നടക്കുകയും അവസാനം പരീക്ഷിച്ചപ്പോൾ എന്താണ്? കാര്യമായ വിദ്യയൊന്നും കയ്യിലില്ല. ഇത് കേവലം അഹന്തയാണോ എന്ന് പരിഹസിക്കുകയാണ്. ശരി, എന്തോ ആയിക്കൊള്ളട്ടെ, സമാധാനിപ്പിക്കുന്നു. എന്താണ്? വിവേവ ത്വജ്ഞപയിഷ്യാമി, ഞാൻ നിന്നെ വാസ്തവം എന്താണെന്ന് ബോധിപ്പിക്കാം, പറഞ്ഞു തരാം. എന്താണ് ബ്രഹ്മം, എന്താണെന്ന് ഉപദേശിച്ചു തരാം എന്നാണ്. ഇതാണ് ആ ശ്രുതിയുടെ നേരർത്ഥം. ഇനി അതിന്റെ വളഞ്ഞ അർത്ഥം എന്താണെന്നടുത്ത് ഭാഷ്യത്തിലൂടെ ഞാൻ മനസ്സിലാക്കി തരാം. സഹോവാച അജാതശത്രു, അജാതശത്രു പറഞ്ഞു എന്താണ്? പ്രതിലോമം വിപരീതം ചെയ്തത്കിം തദ്യത് ബ്രാഹ്മണ
ഉത്തമവർണ്ണ ആചാര്യത്വേന അധികൃത സൻ ക്ഷത്രിയം അനാചാര്യ സ്വഭാവം ഉപേയാ. ശ്രുതിയെ ദുർവ്യാഖ്യാനം ചെയ്യുന്നതാണ്. ശ്രുതിയിൽ നിന്നർത്ഥം വളരെ നേരെ സ്പഷ്ടമാണ്. ബ്രാഹ്മണത്വ അഭിമാനത്തോടുകൂടി, എന്നാൽ അറിവില്ലാതെ ഉപദേശിക്കാൻ പോയി, അവസാനം അബദ്ധം മനസ്സിലാക്കി ക്ഷത്രിയയിൽ നിന്ന് ഉപദേശം സ്വീകരിക്കുന്നു. ഇങ്ങനെ ഒന്നുമല്ലല്ലോ സംഭവിക്കേണ്ടത്. കേവലം അറിവിന്റെ അഭിമാനം പോരാ, അല്ലെങ്കിൽ വർണ്ണ അഭിമാനം പോരാ, അറിവ് വേണം. വിപരീതം ചെയ്തെത്തുകയും, ഇത് വിപരീതമാണ്. എന്താണ് പ്രത്യേകം? ബ്രാഹ്മണൻ ഉത്തമവർണ്ണ, ഉത്തമവർണ്ണൻ എന്നുവെച്ചാൽ ക്ഷത്രിയാദികളെക്കാൾ ശ്രേഷ്ഠനായ വർണ്ണത്തിൽ ആചാര്യത്തെ അധികൃത, ആചാര്യനായി ആകാൻ അധികാരമുള്ളവൻ എന്നർത്ഥം. ക്ഷത്രിയം അനാചാര്യ സ്വഭാവം, ക്ഷത്രിയന് ആചാര്യമാകാൻ പാടില്ല, അനാചാര്യനാണവൻ എന്നാണ്. ബ്രാഹ്മണൻ ജന്മനാൽ തന്നെ ആചാര്യത്തിന് അധികാരിയാണ്. ക്ഷത്രിയൻ ആചാര്യനാകാൻ പാടില്ല എന്നൊന്നും ശ്രുതി പറയുന്നില്ല, പക്ഷെ ഭാഷ്യത്തിലുണ്ട്. ക്ഷത്രിയം അനാചാര്യ സ്വഭാവം, അവന്റെ സ്വഭാവം തന്നെ അങ്ങനെയാണ്, അവനൊരിക്കലും ആചാര്യനാകാൻ പാടില്ല എന്നാണ്. അതിവിടെ പറഞ്ഞിരിക്കുന്ന ശ്രുതിയിൽ ഇല്ല. മറ്റു പല ഭാഗങ്ങളിലും പറയുന്നുണ്ട്. ക്ഷത്രിയൻ ഉപദേശിക്കുന്നു, ക്ഷത്രിയൻ പറയുന്നു ഈ വിദ്യ ക്ഷത്രിയന്മാരിൽ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ, ഇതാ ഇന്നു മുതൽ ഇത് ബ്രാഹ്മണനിലേക്ക് പോവുകയാണ്. അവിടെയെല്ലാം ക്ഷത്രിയൻ ആചാര്യൻ തന്നെയാണ്. ക്ഷത്രിയൻ ആചാര്യനല്ല എന്ന് ശ്രുതി ഒരിടത്തും പറയുന്നില്ല. പക്ഷെ ഇവിടെ അജാതശത്രുവിന്റെ ഒരു പരിഹാസത്തെ മുഖ്യാർത്ഥത്തിലെടുത്തു. അത് പരിഹാസം എന്തുകൊണ്ട് പറഞ്ഞു? അവസാനം ഭാഷ്യകാരൻ പറയുന്നു സലജ്ജം, ഇത് കേട്ട് കഴിഞ്ഞപ്പോൾ ലജ്ജിച്ചുപോയി എന്നടുത്ത് പറയുന്നുണ്ട്. പക്ഷെ എന്നാലും ഒരവസരം കിട്ടിയപ്പോൾ അവിടെ എന്താണ്? ബ്രാഹ്മണനായതുകൊണ്ട് അയാൾ ആചാര്യൻ, ക്ഷത്രിയനായതുകൊണ്ട് ആചാര്യനാകാൻ പാടില്ല എന്ന് സമർത്ഥിച്ചു. ഉപഗച്ഛേ ശിഷ്യവൃത്യ, ശിഷ്യരൂപത്തിൽ സമീപിക്കുന്നു. ബ്രഹ്മമേ ഭക്ഷ്യതീതി, ആചാര്യൻ ആകാൻ യോഗ്യതയില്ലാത്ത ഒരുവനെ ശിഷ്യന്റെ രൂപത്തിൽ സമീപിക്കുന്നു. അതാണ് അനാചാര്യ സ്വഭാവം ശിഷ്യവൃത്യ സമീപിക്കുന്നു. ഇത്യേതത് ആചാരവിധിശാസ്ത്രേഷു നിഷിദ്ധം. ഇതെല്ലാം ആചാരവിധികളെ കുറിച്ച് പറയുന്ന ശാസ്ത്രത്തിൽ നിഷേധിച്ചിട്ടുള്ള കാര്യമാണ് എന്നാണ് ഭാഷ്യകാരൻ പറയുന്നത്. ബ്രാഹ്മണൻ ക്ഷത്രിയന്റെ സമീപത്ത് ശിഷ്യരൂപത്തിൽ ചെല്ലുന്നത് ആചാരവിധിശാസ്ത്രങ്ങളിൽ നിഷേധിച്ചിട്ടുണ്ട്, ശ്രുതി നിഷേധിച്ചിട്ടില്ല. ശ്രുതി നേരിട്ട് പറയുന്നു അങ്ങനെ ആകാം. പക്ഷെ ഗാർഗ്യനെ സംബന്ധിച്ച് അങ്ങനെയൊന്നുമില്ല. താൻ ബ്രാഹ്മണനാണ്, ക്ഷത്രിയന്റെ അടുത്ത് ഉപദേശിക്കും. കാരണം എന്ത് ചെയ്യുന്നു? അവിടെ പറയുന്നു അന്യഹ ശിഷ്യോ ഗുരു. ശിഷ്യൻ എങ്ങനെയാണോ ഒരു ഗുരുവിനെ സമീപിക്കുന്ന ആ രീതിയിൽ തന്നെ അതടുത്തതിന് തെളിവുമുണ്ട്. ഇവിടെ അജാതശത്രുവിന്റെ മുമ്പിൽ സാഷ്ടാംഗം പ്രണമിച്ചു എന്നാണ് ശ്രുതി പറയുന്നത്. അല്ലാതെ ഇവിടെ ഗാർഗ്യന് താൻ ബ്രാഹ്മണനാണെന്നുള്ള യാതൊരു ദുരഭിമാനവും ഉണ്ടായില്ല. പക്ഷെ ശങ്കരാചാര്യർക്കുണ്ടായി. എന്തുകൊണ്ട് പറയുന്നു? ആചാരവിധിശാസ്ത്രേഷു നിഷിദ്ധം. ആചാരവിധിയെ പറയുന്ന ശാസ്ത്രങ്ങളും നിഷിദ്ധം. ഇതേതാ ഈ ശാസ്ത്രം? ചില സ്മൃതികൾ അങ്ങനെയുണ്ട്. അങ്ങനെ എഴുതി വച്ചിട്ടുണ്ട്. ബ്രാഹ്മണൻ ക്ഷത്രിയന്റെ മുമ്പിൽ പോകാൻ പാടില്ല, ഗുരുവായി സ്വീകരിക്കാൻ പാടില്ല. അബ്രാഹ്മണാത് അധ്യയനം ആപത്കാലേ വിധീയതേ താഴെ കൊടുത്തിട്ടുണ്ട്. ബ്രാഹ്മണൻ അല്ലാത്തവനിൽ നിന്ന് എന്തെങ്കിലും വിദ്യ ഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അത്
ആപത്കാലത്തിൽ മാത്രമേ ആപദ്ധർമ്മമായിട്ട് സ്വീകരിക്കാം എന്നാണ്. ഈ ആപത്കാലം എന്ന് പറയുന്നത് എന്താണ്? ഒരുവന് വിദ്യ നേടാൻ ആഗ്രഹമുണ്ട്, അയാൾ ബ്രാഹ്മണനാണ്. ഒരു വിവരമുള്ള ബ്രാഹ്മണനെ അന്വേഷിച്ച് നടന്നു ഒരിടത്തും കാണാനില്ല. അസുഖം വിവരമുള്ള ക്ഷത്രിയർ ധാരാളമുണ്ട്. ഇതാണ് ആപത്കാലം. എന്നാൽ പിന്നെ ക്ഷത്രിയന്റെ അടുത്ത് പഠിക്കാം എന്നുവെച്ചാൽ തന്റെ കാര്യം എങ്ങനെയും നേടാം. തനിക്ക് ആവശ്യം വന്നു കഴിഞ്ഞാൽ തനിക്ക് വേണ്ടത് ആരുടെ കാലം പിടിച്ച് സാധിക്കാം. അനുപരിജ്യാജ ശുശ്രൂഷ യാവത് അധ്യയനം ഗുരുഹോ. ആ അധ്യയനം നടക്കുന്ന കാലത്ത് മാത്രം അനുപരിജ്യ ശുശ്രൂഷ തുടങ്ങിയ കാര്യങ്ങളും ചെയ്യാം. അത് ചെയ്യാൻ പാടില്ലെന്ന് മുമ്പൊരിടത്ത് പറഞ്ഞു. ബ്രാഹ്മണനെ ഗുരുവായി സ്വീകരിച്ചു കഴിഞ്ഞാലും പാദ നമസ്കാരം പോലെയുള്ള കാര്യങ്ങളൊന്നും ചെയ്യരുത്, ദൂരെ നിൽക്കാനേ പാടുള്ളൂ. ഇവിടെ പറയുന്നു ആ പഠിക്കുന്ന കാലം വരെ, എന്നുവെച്ചാൽ തന്റെ കാര്യം സാധിക്കുന്നത് വരെ വേണമെങ്കിൽ അതൊക്കെ ചെയ്യും. അബ്രാഹ്മണേ ഗുരു ശിഷ്യു വാസം അത്യന്തികം വസേ. പക്ഷെ വിദ്യ സ്വീകരിച്ചു കഴിഞ്ഞാൽ ഉടനെ അവിടെ നിന്ന് സ്ഥലം വിട്ടോണം. പിന്നീട് അയാളെ ഗുരുവായി കണക്കാക്കരുത് എന്നാണ്. എന്നുവെച്ചാൽ പിന്നീട് ആ വ്യക്തിയെ എവിടെയെങ്കിലും സ്ഥലത്ത് വെച്ച് കണ്ടു കഴിഞ്ഞാൽ ഗുരു എന്നുള്ള തരത്തിൽ ആചാരങ്ങളോ ഒന്നും ചെയ്യാൻ പാടില്ല. നമസ്കാരം, ഗുരുവിനെ കാണുമ്പോൾ ഇരുന്നിടത്തുന്ന ഇങ്ങനെയൊക്കെയുള്ള ആചാരങ്ങളുണ്ട്, അതൊന്നും ചെയ്യാൻ പാടില്ല. ഇങ്ങനെയൊക്കെ ചിലടത്ത് എഴുതി വെച്ചിട്ടുണ്ട്. എന്താണ്, ബ്രാഹ്മണൻ ശ്രേഷ്ഠനാണ് മറ്റുള്ളവരെക്കാളും എന്ന് മറ്റുള്ളവരെ പഠിപ്പിക്കാൻ വേണ്ടി ബ്രാഹ്മണൻ തന്നെ എഴുതി വെച്ചാണ്. ഒരാൾ താൻ ശ്രേഷ്ഠനാണെന്ന് സ്വയം എഴുതി വയ്ക്കുക, ബാക്കിയുള്ളവരെ കൊണ്ടത് അംഗീകരിപ്പിക്കുക, ബാക്കിയുള്ളവരതൊക്കെ സ്വീകരിക്കുക, എന്ന് സ്വീകരിക്കണമെന്ന് വാശി പിടിക്കുക, ഇല്ലെങ്കിൽ അത് ആചാരവിരുദ്ധമാണെന്ന് പറയുക. ഇതാണ് പ്രമാണം എന്ന് പറയുന്നത്. അപ്പൊ ഇത്തരം ശാസ്ത്രങ്ങൾക്ക് നിഷിദ്ധമായി വരും ശ്രുതിയെ നേരിട്ട് സ്വീകരിച്ചു കഴിഞ്ഞാൽ. അപ്പൊ വേദം എവിടെയിരിക്കുന്നു, സ്മൃതികൾ എവിടെയിരിക്കുന്നു. അപ്പോൾ വേദവിരുദ്ധമായ ഈ സ്മൃതികൾക്ക് അനുകൂലമായി ശങ്കരാചാര്യർ വേദത്തെ ദുർവ്യാഖ്യാനം ചെയ്തു ഇവിടെ. അതുമാത്രമല്ല, അടുത്ത കുറച്ചുകൂടി സഹിക്കാൻ വയ്യാത്തൊരു കാര്യം പറയുകയാണ്. എന്താണ്, തസ്മാ തിഷ്ഠ ത്വം ആചാര്യേവ. അതുകൊണ്ടൊരു കാര്യം, അങ്ങ് തൽക്കാലം ഗുരുവായി തന്നെ ഇരുന്നോട്ടെ, ഉപദേശിക്കുന്ന ഞാൻ ശിഷ്യനാകാം. ശ്രുതിയിലുണ്ടോ ആ കാര്യം? വേദത്തിലതില്ലല്ലോ. പക്ഷെ ഭാഷ്യകാരൻ പറയുന്നു തസ്മാത്, അതുകൊണ്ട് തിഷ്ഠ ഇരിക്കട്ടെ. എന്താണ്, ത്വം ആചാര്യേവ. ഇപ്പോൾ എന്നിൽ നിന്നും ഉപദേശം ശ്രമിക്കുന്ന എന്റെ ശിഷ്യനായ നീ ബ്രാഹ്മണനായതുകൊണ്ട് നീ ഗുരുവായിരുന്നോട്ടെ. ഞാൻ ശിഷ്യനായിരുന്നുകൊണ്ട് ബ്രഹ്മവിദ്യപതി. ഇതെവിടെയെങ്കിലും നടക്കുന്ന കാര്യമാണ്. ബ്രഹ്മജ്ഞാനിയായ ഒരാൾ തന്റെ ശിഷ്യന് ആ വിദ്യ ഉപദേശിക്കുമ്പോൾ ശിഷ്യനെ ഗുരുവായി സ്വീകരിച്ചുകൊണ്ട് ഉപദേശിക്കണമെന്ന് പറഞ്ഞാൽ, ഇതിനു മുമ്പ് ഗുരുശിഷ്യ ബന്ധത്തെക്കുറിച്ച് എന്തൊക്കെയാണ് പറഞ്ഞിരിക്കുന്നു? ഗുരുവിന്റെ യോഗ്യത പറഞ്ഞിരിക്കുന്നു, ശിഷ്യന്റെ യോഗ്യത പറഞ്ഞിരിക്കുന്നു. ആ കാര്യങ്ങളെല്ലാം മറന്നുപോയി. വർണ്ണം എന്ന് പറയുന്ന ഒരു വിഷയം വന്നപ്പോൾ ഭാഷ്യകാരൻ ഇത്തരം കാര്യങ്ങളെല്ലാം മറന്നുപോയി. ഇതല്ലേ ആചാരവിരുദ്ധം വാസ്തവത്തിൽ. ഗുരു അബ്രാഹ്മണനായതുകൊണ്ട് ശിഷ്യനായിരിക്കണം, ശിഷ്യൻ ബ്രാഹ്മണനായിരിക്കുന്നതുകൊണ്ട് ഗുരുവായി കരുതി ഉപദേശിക്കണമെന്ന് പറഞ്ഞു. വിജ്ഞാപയിഷ്യ മേവത്വമഹം, ഞാൻ നിന്നെ ബോധിപ്പിക്കാം. ഇത് അപ്പോൾ എന്താണ്, സ്പഷ്ടമായും ഒരു മേൽക്കോയ്മയെ സ്ഥാപിക്കുന്നതിന് വേണ്ടി ദുർവ്യാഖ്യാനം ചെയ്തതാണ്. അല്ല, അതിനകത്തൊന്നുമില്ല. ആർക്കെങ്കിലും പ്രയാസം തോന്നുന്നുണ്ടെങ്കിൽ കരഞ്ഞു തീർക്കുക, വേറെ വഴിയൊന്നുമില്ല. എന്നാലും ഇങ്ങനെ ഒരു ആചാര്യൻ ഇങ്ങനെ എഴുതിപ്പോയല്ലോ, വേറെ വഴിയൊന്നുമില്ല. എഴുതിയത് വാസ്തവമാണ്, അത് വളരെ വ്യക്തവുമാണ്.
ഇതിൽ നിന്ന് രക്ഷപ്പെടാൻ ഒരേ ഒരു വഴിയുള്ളൂ. ഇത് ശങ്കരാചാര്യ എഴുതിയല്ല, പഴയ പല്ലവി. ഇത് മറ്റാരും ഇതിൻ്റെ ഇടയ്ക്ക് എഴുതി കയറ്റിയാണ്. അത് പറയേണ്ടത് ഇന്നിത് വായിക്കുന്നവരല്ല, അത് പറയേണ്ടത് ഇതിനെ വ്യാഖ്യാനിച്ച സ്വന്തം ശിഷ്യന്മാരാണ് പറയേണ്ടത്. ഇത് ഞങ്ങളുടെ ആചാര്യം എഴുതിയല്ല, ഇതാരും എഴുതിച്ചു. പക്ഷെ അവരും അത് തന്നെ വ്യാഖ്യാനിച്ചിരിക്കുന്നു. അവർ വ്യാഖ്യാനിച്ചാണ് ഞാൻ മുമ്പ് വായിച്ചത്. ഇതാരെങ്കിലും എഴുതി ചേർക്കുകയാണെങ്കിൽ അവർ തിരുത്തിയാണ്, ശിഷ്യന്മാർ. ഇത് അസംബന്ധമാണ്. കാരണം ശിഷ്യന്മാർക്കറിയാമല്ലോ ഗുരു. കാരണം ഗുരുവിനെ തിരുത്തേണ്ട സന്ദർഭങ്ങളിൽ തിരുത്തിയ ശിഷ്യന്മാരാണ്. ഒരു തിരുത്തിയിട്ടുണ്ടല്ലോ, ശരിയല്ല എന്ന് വരുന്ന സന്ദർഭങ്ങളിൽ തീരെ ഗതികെട്ടപ്പോൾ തിരുത്തിയിട്ടുണ്ട്. നമ്മൾ കണ്ടാണ്. ഇവിടെ അങ്ങനെയല്ല, അതിനെ അംഗീകരിക്കുന്നു, പറഞ്ഞിരിക്കുന്നത് ശരിയാണ്. സന്യാസത്തിന്റെ ഒരു വിഷയം വന്നപ്പോൾ വളരെ പ്രബലമായ പ്രമാണങ്ങളുള്ളതുകൊണ്ട് ഗുരുവിനെ ശിഷ്യന്മാർക്ക് തിരുത്തേണ്ടി വന്നു. ഗുരു പറഞ്ഞത് ശ്രുതി വിരുദ്ധമാണ്, അസംബന്ധമാണെന്നൊക്കെ ശിഷ്യന്മാർ പറഞ്ഞു. പക്ഷെ ഇത്തരം സ്മൃതികൾ ധാരാളം ഉള്ളതുകൊണ്ട്, മേൽക്കോയ്മയെ സമർത്ഥിക്കുന്ന സ്മൃതികൾ ധാരാളം ഉള്ളതുകൊണ്ട് ശിഷ്യന്മാരും അതിനെ പിന്തുടർന്നു, അതിനെ അംഗീകരിച്ചു. അവരും വ്യാഖ്യാനിക്കുന്നു. അതുകൊണ്ട് ഇത് വേറെ ആരും എഴുതി ചേർത്തെന്ന് പറയാൻ കഴിയത്തില്ല. അല്ലെങ്കിൽ ശിഷ്യന്മാരെ തിരുത്തിയാണ്. ഇതൊക്കെ നേരിട്ടുള്ള ശിഷ്യന്മാരാണെന്നാണല്ലോ പറയുന്നത്. സുരേശ്വരാചാര്യരും ആനന്ദഗിരിയും എല്ലാം അവരെല്ലാം ഇതിനെ അംഗീകരിക്കുന്നു. എന്ന് വെച്ചാൽ ഈ ഭാഷ ശരിയാണ്, ഇത് എന്താണോ കൂട്ടിച്ചേർത്ത എന്താ ശരി പറയാറുണ്ടല്ലോ, ഇതൊക്കെ ആരോ ഇതിൻ്റെ ഇടയ്ക്ക് തിരികെ കയറ്റിയതാണ്. അങ്ങനല്ല എന്ന് ശിഷ്യന്മാരും പറയുന്നു, നേരിട്ട് വ്യാഖ്യാനിച്ചവർ. അപ്പോ ഇവിടെ ഒരുപാട് വളച്ച്, ശ്രുതി ഒരുപാട് വളച്ച് വ്യാഖ്യാനിച്ചു. യസ്മിൻ വിദിതേ ബ്രഹ്മ വിദിതം ഭവതി. ഇവിടെ പറയുന്നു, ഞാൻ നിനക്ക് ബ്രഹ്മത്തെ ഉപദേശിക്കാം, ആറുകൊണ്ട് നിനക്ക് ബ്രഹ്മജ്ഞാനിയായി തീരാം. യത്തത് മുഖ്യം ബ്രഹ്മവേദ്യം. ഇതുവരെ പറഞ്ഞതൊന്നും ബ്രഹ്മജ്ഞാനമല്ല. ഇതുവരെ പറഞ്ഞതെല്ലാം ബ്രഹ്മത്തെക്കുറിച്ച് തന്നെ. പക്ഷെ അത് മുഖ്യബ്രഹ്മത്തെക്കുറിച്ചല്ല പറഞ്ഞു. അതുകൊണ്ടാണ് ഇതുവരെ ഗാർഗ്യന്റെ ഉപദേശങ്ങളൊന്നും അസംബന്ധമാണെന്ന് അജാതശത്രു പറഞ്ഞില്ല. ആ ഉപദേശങ്ങളെല്ലാം അംഗീകരിക്കുന്നു. പക്ഷേ ആ മുഖ്യബ്രഹ്മത്തെക്കുറിച്ച് പറഞ്ഞു, നീ അറിഞ്ഞിട്ടില്ല. മുഖ്യബ്രഹ്മം എന്ന് പറയുമ്പോൾ ഏതെന്നാണോ അറിയേണ്ടതായ ബ്രഹ്മം. ഇതുവരെ പറഞ്ഞതോ അതെല്ലാം ഉപാസിക്കേണ്ടതായ ബ്രഹ്മം. അതാണ് ഇതിന്റെ ആരംഭത്തിൽ ഉപാസന, ജ്ഞാനം, ഇതിന്റെ രണ്ടിനെയും ഭാഷ്യകാരൻ വേർതിരിച്ച് പറഞ്ഞത്. ഇതുവരെ ചർച്ച ചെയ്തതെല്ലാം ബ്രഹ്മത്തെക്കുറിച്ച് തന്നെ. പക്ഷെ അത് ഉപാസ്യമായ ബ്രഹ്മം. സോപാധികമായ ബ്രഹ്മം, ഉപാധിയോട് കൂടിയിരിക്കുന്ന ബ്രഹ്മം. ഇവിടെ എന്താണോ നിരുപാധിക ബ്രഹ്മം, മുഖ്യബ്രഹ്മം
ഗാർഗ്യൻ അതുവരെ എത്തിയില്ല. വേദം അധ്യയനം ചെയ്യുന്നെങ്കിലും ശ്രുതിയുടെ താല്പര്യം ആ നിരുപാധിക ബ്രഹ്മമാണ്, മുഖ്യബ്രഹ്മമാണ് എന്ന് ഗ്രഹിച്ചില്ല ഗാർഗ്യൻ. അതാണ് പോരായ്മ. അതുകൊണ്ട് തം ഗാർഗ്യം സലജ്ജം അലക്ഷ്യ, ഗാർഗ്യൻ ലജ്ജിച്ചു പോയി, പരിഹാസം കേട്ടപ്പോൾ. നിങ്ങൾ ഗുരുക്കന്മാരാണ്, എന്തുകൊണ്ട് ബ്രാഹ്മണ ഗോത്രത്തിൽ ജനിച്ചു, ജന്മം കൊണ്ട് തന്നെ ഞങ്ങൾ ഗുരുക്കന്മാരാണ് എന്ന് പറഞ്ഞ് നടക്കുകയും അതാ ക്ഷത്രിയ ഗോത്രത്തിൽപ്പെട്ട ഒരാളോട് എനിക്ക് വിദ്യ ഉപദേശിക്കണമെന്ന് പറഞ്ഞ് ശിഷ്യനാകുകയും ചെയ്യുന്നു എന്നുള്ള പരിഹാസങ്ങൾ, അത് അഹങ്കാരത്തിനോടുത്ത പരിഹാസമാണ്. ലജ്ജിച്ച ആ ഗാർഗ്യ ബ്രാഹ്മണനെ നോക്കി സാരമില്ല, ആശ്വസിപ്പിക്കുന്നു. വിശ്രംഭജനനായ കോട്ടെ, സാരമില്ല, ലജ്ജിക്കേണ്ട കാര്യമില്ല. പാണോ ഹസ്ത ആദായ ഗൃഹീത ഉത്തസ്ഥൗ ഉത്ഥിതവാൻ. ഇവിടെ ശങ്കരാചാര്യരുടെ വ്യാഖ്യാനം ദുർവ്യാഖ്യാനമാണെന്നുള്ളതിന് ഇവിടെ പറഞ്ഞിരിക്കുന്നത് പച്ചക്കള്ളമാണ് എന്നുള്ളതിന് തെളിവാണ് അടുത്ത ശ്രുതി പറയുന്നത്. ഇവിടെ എനിക്ക് ശങ്കരാചാര്യരുടെ യാതൊരു ദയയും ദാക്ഷിണ്യവും ഒന്നും തോന്നുന്നു. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് പച്ചക്കള്ളമാണ്. തം പാണോ ആദായ ഉത്തസ്ഥൗ എന്നാണ്. സാധാരണ രാജസദത്തിൽ രാജാവിനായിരിക്കും സിംഹാസനം. ഒരു വിദ്വാനായ ബ്രാഹ്മണൻ വന്നു കഴിഞ്ഞാൽ അയാളെ പൂജിച്ച് ആദരിച്ച് ഒരു ഇരിപ്പിടത്തിൽ ഇരുത്തും. അത് സാമാന്യ മര്യാദയാണ്. അങ്ങനെ ഇരിപ്പിടത്തിൽ ഇരുത്തിയിട്ടാണ് ചോദ്യോത്തരങ്ങളെല്ലാം. നമ്മൾ സാധാരണ പുരാണങ്ങളെല്ലാം വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും അങ്ങനെയാണ് സാധാരണ നടപ്പ്. അതൊക്കെ ഇവിടെ സംഭവിച്ചിരിക്കും. ഗാർഗ്യ ബ്രാഹ്മണൻ ചേർന്ന് അദ്ദേഹത്തെ പൂജിച്ചു ആദരിച്ചു ഉത്തമമായ ഒരു ആസനത്തിലെത്തി അവിടെ ഇരുന്നു കൊണ്ട് ഉപദേശം ആരംഭിച്ചു. പക്ഷെ അവസാന ഘട്ടം വന്നപ്പോൾ തനിക്ക് അറിവില്ലാന്ന് ബോധ്യപ്പെട്ടപ്പോൾ ഇവിടെ ഗാർഗ്യൻ തന്റെ ഇരിപ്പിടത്തിൽ നിന്ന് എഴുന്നേറ്റ് രാജാവിന്റെ മുമ്പിൽ വന്ന് നമസ്കരിച്ചു. എന്നുള്ളൂടെ പറയുന്നു തം കാണോ ആദായ ഉത്തസ്ഥോ, അവനെ കൈ പിടിച്ചുകൊണ്ട് എഴുന്നേറ്റു എന്നാണ്. അപ്പോൾ വേറെ ഒരു ഇരിപ്പിടത്തിലിരിക്കുന്ന ഒരാളിനെ രാജാവിന് തന്റെ സിംഹാസനത്തിൽ ഇരുന്നു കൊണ്ട് കൈ പിടിക്കാൻ പറ്റും? കൈക്ക് അത്രയും നീളം വരും? ഇല്ലല്ലോ. ശങ്കരാചാര്യർക്ക് മാത്രമല്ല ബുദ്ധിയുള്ളത്, ഈ വായിക്കുന്നവർക്കും ബുദ്ധിയുണ്ടെന്ന് മനസ്സിലാക്കണം. അപ്പൊ തന്റെ മുമ്പിൽ വന്ന് സാഷ്ടാംഗം പ്രണമിക്കുന്ന ഒരുവനെയാണ് കൈ പിടിച്ചുകൊണ്ട് എഴുന്നേൽപ്പിക്കുന്നത്. അപ്പൊ ഗാർഗ്യൻ യാതൊരു അഭിമാനമില്ലാതെ താൻ കണ്ടത് ഗുരുവാണ് എന്ന് തിരിച്ചറിഞ്ഞപ്പോൾ മുമ്പ് പോയി നമസ്കരിച്ചപ്പോ എന്ത് ചെയ്തു? പാണോ ആദായ പറയുന്നു, രണ്ട് കൈയും സ്വീകരിച്ചുകൊണ്ട്. സാധാരണ ചെയ്യുന്നു, ഒരാൾ തന്റെ മുമ്പിൽ നിന്ന് നമസ്കരിച്ചു കഴിഞ്ഞാൽ താൻ ഇരുന്നിടത്തിരുന്ന് അയാളുടെ കയ്യിൽ പിടിച്ചെഴുന്നേൽപ്പിക്കുക. കാരണം എന്തുകൊണ്ടത് ആശ്വസിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടാണ്. ഈ നിമിഷം വരെ ഗുരു ശിഷ്യനായി വന്നയാളല്ല. തൊട്ട് മുമ്പ് വരെ ഒരു ഗുരുവിന്റെ രീതിയിൽ
ആചാരോപചാരങ്ങളും എല്ലാം സ്വീകരിച്ചിരുന്നയാളാണ്. അങ്ങനെ ഒരാൾ പെട്ടെന്ന് തന്റെ മുമ്പിൽ ഒന്ന് നമസ്കരിച്ചു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും പറയാറുണ്ടല്ലോ, വേണ്ട നമസ്കരിക്കണ്ട, അല്ല നമസ്കരിച്ചു കഴിഞ്ഞാൽ കൈ പിടിച്ചെഴുന്നേൽപ്പിക്കുക, ഇതൊക്കെ സാധാരണ കാര്യങ്ങളാണ്. അതാണ് പാണവും ആദായ ഉത്തസ്തു എന്ന് പറഞ്ഞത്. എഴുന്നേറ്റു, തസ്തു എന്ന് വെച്ചാൽ എഴുന്നേറ്റു. എന്തിനു കൈ പിടിച്ച് എഴുന്നേൽപ്പിച്ചു? അടുത്തുള്ള ഉപദേശത്തിന് വേണ്ടി, തുടർന്നുള്ള ഉപദേശത്തിന് വേണ്ടി. അപ്പൊ തസ്മാതിഷ്ഠത്വം ആചാര്യേവ, അങ്ങ് ആചാര്യനായി തന്നെ ഇരുന്നോട്ടെ എന്നൊന്നും ഇവിടെ അജാതശത്രു പറഞ്ഞിട്ടില്ല. പറഞ്ഞു വന്ന് എഴുതി വെച്ചതാണ്. ആ മേൽക്കോയ്മയെ സ്ഥാപിക്കുന്നതിന് വേണ്ടി വെറുതെ എഴുതി വെച്ചാണ്. മറിച്ച് ഗാർഗ്യൻ വളരെ സംസ്കാര സമ്പന്നനായ ഒരു ബ്രാഹ്മണനായതുകൊണ്ട് അജാതശത്രുവിന് മുമ്പ് പോയി നമസ്കരിച്ചു, സാഷ്ടാംഗം. അതും ഈ കൈ പിടിച്ചെഴുന്നേൽപ്പിക്കണമെങ്കിലും സാഷ്ടാംഗം നമസ്കരിച്ചാലേ പറ്റൂ, കൈ മുമ്പോട്ടിരിക്കത്തുള്ളൂ. അല്ല മുട്ടുകുത്തി നമസ്കരിച്ചു കഴിഞ്ഞാൽ കയ്യിൽ പിടിക്കാൻ കിട്ടത്തില്ല, കൈ തലയുടെ അടിയിലായിരിക്കും. ഒരു കൈ മുമ്പോട്ട് നീണ്ടിരുന്നാലേ കയ്യിൽ പിടിക്കാൻ പറ്റും. അതുകൊണ്ട് സാഷ്ടാംഗം തന്നെയാണ് നമസ്കരിച്ച, ഒരു സംശയവും വേണ്ട. അങ്ങനെ കൈ പിടിച്ചെഴുന്നേറ്റ് അടുത്ത ഉപദേശം ആരംഭിക്കുന്നു. അത് പറയുന്നുണ്ട്. പാണവും ഹസ്തേ ആദായ, രണ്ട് കൈകളെയും തന്റെ കൈ കൊണ്ട് ചേർത്ത് പിടിച്ച് എന്ന് പറയുന്നു. ഗൃഹീത്വ ഉത്തസ്ഥ ഉത്ഥിതവാൻ എന്ന് പറഞ്ഞാൽ തന്റെ ഇരിപ്പിടത്തിൽ നിന്നും എഴുന്നേറ്റു എന്നാണ്. വേറൊരു കസേര ഇരിക്കുന്ന ആളുടെ കൈ പിടിച്ചുകൊണ്ട് തന്റെ ഇരിപ്പിടത്തിൽ നിന്ന് എഴുന്നേക്കാൻ പറ്റും? അതെങ്ങനെ പറ്റും? അത് വലിയ പിടിയും വലിയായി മാറും, രണ്ടുപേരും പറഞ്ഞ് താഴെ വീഴും. ഇതങ്ങനെയല്ല. തന്റെ കാൽക്കൽ വീണ ഒരാളിന് മാത്രമേ കൈ പിടിച്ചുകൊണ്ട് എഴുന്നേക്കാൻ പറ്റൂ. വളരെ വ്യക്തമായി ശ്രുതി പറഞ്ഞിരിക്കുകയാണ്. അപ്പൊ അവിടെ അങ്ങനെ മറിച്ചൊരു ഭാവമൊന്നും ഉണ്ടായില്ല. അജാതശത്രു നീ ഗുരുവാണ്, ഞാൻ ശിഷ്യനാണെന്നൊന്നും പറഞ്ഞില്ല. ഗാർഗ്യൻ ശിഷ്യനായി, അജാതശത്രു ഗുരുവായി, അങ്ങനെ തന്നെ ഉപദേശിക്കുന്നു. അപ്പൊ വേദത്തിൽ ഇങ്ങനെയുള്ള കൊള്ളരുതായ്മകളൊന്നും ഇല്ല. ഇതൊക്കെ ഉണ്ടാക്കിയെടുത്തത് ഇത്തരത്തിലുള്ള ദുർവ്യാഖ്യാനങ്ങളിലൂടെയാണ് ഉണ്ടാക്കിയെടുത്തത്. ഇത്രയും മതിയല്ലോ, ഇനി വേണോ? ഇനി ആർക്കെങ്കിലും സംശയം ഉണ്ടെങ്കിൽ കുറച്ചുകൂടെ നീട്ടാം. തൗഹ ഗാർഗ്യ അജാതശത്രു പുരുഷം സുപ്തം രാജഗൃഹപ്രദേശി ക്വചിത് ആജക് മധു ആജഗതൗ. അപ്പോൾ ഇവിടെ പറഞ്ഞല്ലോ, എന്താണ് മുഖ്യം ബ്രഹ്മതത്വേദ്യം, ആ മുഖ്യബ്രഹ്മത്തെ ഉപദേശിക്കണം. ഗാർഗ്യനും ബ്രഹ്മത്തെക്കുറിച്ച് അറിയാം, പക്ഷെ അത് ഉപാസ്യമായിരിക്കുന്ന ബ്രഹ്മമാണ്. പ്രാണാത്മാ, ഹിരണ്യഗർഭൻ, അല്ലെങ്കിൽ വെഷ്ടിയിൽ ജീവൻ എന്നെല്ലാം പറയുന്ന ആ ബ്രഹ്മത്തെക്കുറിച്ചാണ്. നിരുപാധികമായ ബ്രഹ്മത്തെക്കുറിച്ച് ധരിച്ചിട്ടില്ല. നിരുപാധികമായ ബ്രഹ്മത്തെ എങ്ങനെ ധരിപ്പിക്കും? വാക്കിനും മനസ്സിനും ഒക്കെ അതീതമായിരിക്കുന്ന ബ്രഹ്മത്തിന് ഏറ്റവും പ്രായോഗികമായ രീതിയിൽ അത് ധരിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് അജാതശത്രു ശ്രമിക്കുന്നത്. വെറുതെ ഉപദേശിച്ചിട്ട് കാര്യമില്ല. ബ്രഹ്മമാണ്. തൗഹ ഗാർഗ്യ അജാതശത്രു രണ്ടുപേരും അവിടെ നിന്ന് നടന്നു. രണ്ടുപേരും നടന്ന് പുറത്തു. പുരുഷം സുപ്തം രാജഗൃഹപ്രദേശി, ആ രാജഗൃഹത്തിൽ എവിടെയോ തന്നെ, അടുത്ത് തന്നെ, ചിലപ്പോൾ സദസ്സിലായിരിക്കും. കാരണം പണ്ടും ഇങ്ങനെയൊക്കെ ആയിരിക്കും, വലിയ ചർച്ചകളൊക്കെ നടക്കുമ്പോൾ മിക്കവാറും പേര് ഉറക്കത്തിലായിരിക്കും. ആത്മാവിനെ കുറിച്ചൊക്കെ ചർച്ച ചെയ്ത് കഴിഞ്ഞാൽ മന്ത്രിക്കും മറ്റും ഉറക്കം വരത്തില്ല. എന്തായാലും ആ രാജഗൃഹപ്രദേശത്തിൽ തന്നെ എന്ന് പറയുന്നു, അവിടെ തന്നെ ഉണ്ടായിരുന്നു.
ചിലപ്പോൾ കാവൽക്കാരനായിരിക്കും. അവിടെ ചർച്ച നടക്കുകയല്ലേ, അയാൾ വിശ്രമിക്കാമെന്ന് വിചാരിച്ച് ഉറങ്ങിയിരിക്കും. ആരോ ഒരാൾ ആ സദസ്സിൽ ഉറങ്ങി, ഈ വിവരമൊന്നും അറിയാതെ. ആജഗ്മധു ആഗതോ, ഇത് പണ്ടുമുള്ള കാര്യമാണ്. ഇത് കേട്ടോണ്ടിരിക്കുമ്പോൾ കുറച്ചു പേർ ഉറങ്ങുക എന്ന് പറയുന്നത് ഇന്ന് മാത്രം നടക്കുന്ന കാര്യമല്ല. അയാളുടെ അടുത്ത് ചെന്നു. തം ച പുരുഷം സുപ്തം പ്രാപ്യ ഏതേർ നാമഭി ബൃഹൻ പാണ്ഡരവാസ സോമ രാജൻ ഇത്യേതൈഹി ആമയാൻ ചക്രേ. അപ്പോൾ ഉറങ്ങിക്കിടക്കുന്ന മനുഷ്യന്റെ അടുത്ത് നിന്നിട്ട് രാജാവ് വിളിച്ചു, ഏതേർ നാമഭി, ഈ പേരുകൾ ഉപയോഗിച്ച് വിളിച്ചു. എന്താണ്? ബൃഹൻ, പാണ്ഡരവാസ, സോമ, രാജൻ, ഇങ്ങനെ വിളിച്ചു. എന്താ ഈ നാമങ്ങളിൽ വിളിക്കാൻ കാരണം? ഈ നാമങ്ങൾ നമ്മൾ കേട്ടിട്ടുണ്ടാവും. മുമ്പ് ഗാർഗ്യബ്രാഹ്മണൻ അജാതശത്രുവിനോട് ബ്രഹ്മത്തെ ഉപദേശിക്കുമ്പോൾ ബ്രഹ്മത്തെ പരാമർശിക്കുന്നതിന് ഉപയോഗിച്ച പേരുകളാണിതെല്ലാം. ബൃഹൻ, പാണ്ഡരവാസ, സോമ, രാജൻ. ഞാൻ ആ ചന്ദ്രനുള്ള ബ്രഹ്മത്തെ ഉപാസിക്കുന്നു, അവൻ ബൃഹൻ, പാണ്ഡരവാസൻ, സോമൻ, രാജൻ, ഇത്തരത്തിലാണ് അവൻ ഉപാസിക്കുന്നതെന്നും മറ്റും പറയും. ബ്രഹ്മത്തെ ഇത്തരം വിശേഷങ്ങളോടുകൂടിയാണ് ഗാർഗ്യൻ മനസ്സിലാക്കിയിരിക്കുന്നത്. അതവിടെ അജാതശത്രു അംഗീകരിച്ചാണ്. ശരി, ബ്രഹ്മത്തെ അങ്ങനെ ഉപാസിക്കാം. പക്ഷെ ബ്രഹ്മം അത്ര മാത്രമേ ഉള്ളൂ എന്ന് ധരിച്ചെടുത്താണ് കുഴപ്പം. ബ്രഹ്മത്തെ എന്തായിട്ട് ഉപാസിക്കുക? സൂര്യനായിട്ടോ ചന്ദ്രനായിട്ടോ നക്ഷത്രമായിട്ടോ ഭൂമിയായിട്ടോ ആകാശമായിട്ടോ ഏത് രീതിയിൽ വേണമെങ്കിലും ഉപാസിക്കാം. ഏത് നാമങ്ങളും ഉപയോഗിക്കാം, ഏത് രൂപവും ഉപയോഗിക്കാം. അതൊന്നും ശ്രുതി വിരുദ്ധമല്ല. പക്ഷേ ഈ നാമരൂപങ്ങളിലൂടെ ഗ്രഹിക്കുന്നതല്ല ബ്രഹ്മം. മുഖ്യബ്രഹ്മം, യഥാർത്ഥ ബ്രഹ്മം, നിരുപാധിക ബ്രഹ്മം എന്നെല്ലാം പറയുന്നതല്ല. അത് ഈ നാമരൂപ അതീതമാണ്. ശരി, നാമരൂപ അതീതമാണെന്ന് പറഞ്ഞാൽ എങ്ങനെ അത് ബോധ്യപ്പെടും? എവിടെ ബോധ്യപ്പെടും? അതിനുവേണ്ടിയാണ് ഉറങ്ങുന്നവന്റെ അടുത്ത് കൂട്ടിക്കൊണ്ടുപോയത്. അവിടെ പോയാൽ എങ്ങനെയാണ് മനസ്സിലാകുന്നത്? ഉറങ്ങുന്നവന്റെ അടുത്ത് കൂട്ടിക്കൊണ്ടുപോയി കഴിഞ്ഞാൽ അതാണ് ഏവം ആമന്ത്ര്യമാണോ വി സസുപ്തോ നൗത്തസ്ഥോ. ഈ പേരുകളെല്ലാം ഉപയോഗിച്ച് വിളിച്ചു. ബൃഹൻ, പാണ്ഡരവാസ, ഇതാണല്ലോ ബ്രഹ്മം. അങ്ങനെയാണല്ലോ ഗാർഗ്യൻ പറയുന്നത്. ഗാർഗ്യൻ ഉപാസിക്കാൻ ഉപയോഗിക്കുന്ന നാമങ്ങളാണ്. ഗാർഗ്യൻ ബ്രഹ്മത്തിന് കൊടുത്തിരിക്കുന്ന പേരാണിത്. ഇതെല്ലാം ബ്രഹ്മത്തിന്റെ വാസ്തവത്തിലുള്ള പേരാണെങ്കിൽ ഈ പേരുകൾ കൊണ്ട് പരമാർത്ഥത്തിലുള്ള ബ്രഹ്മത്തെ ഗ്രഹിക്കാൻ കഴിയുമോ? കഴിയുമെങ്കിൽ അതൊന്ന് പരീക്ഷിച്ചു നോക്കുകയാണ്. അതിനു വേണ്ടിയിട്ടാണ് ബ്രഹ്മത്തിന്റെ അടുത്ത് നിന്ന് വിളിക്കുന്നത് ഈ പേരുകളിൽ. ബൃഹൻ, പാണ്ഡരവാസ, സോമരാജൻ ബ്രഹ്മത്തിന്റെ പേരാണ്. ആരടുത്ത് പോയി നാം വിളിക്കുന്നു? ഉറങ്ങിക്കിടക്കുന്നവന്റെ അടുത്ത്. പക്ഷെ ന ഉത്തസ്ഥവും, അവൻ ഉണർന്നില്ല. ഇതുകൊണ്ട് ആണ് ബ്രഹ്മത്തെ ഗ്രഹിക്കേണ്ടതെങ്കിൽ, ഇതാണ് ബ്രഹ്മത്തിന്റെ പേരെങ്കിൽ, ഇത് കേട്ടാൽ ബ്രഹ്മം ഉണരേണ്ടതാണ് അവൻ. പക്ഷെ ഉണർന്നില്ല. തം അപ്രതിബുദ്ധിമാനം പാണിന ആപേക്ഷ്യ ബോധയാൻ ചകാര പ്രതിബോധിതവാൻ. ഈ നാമങ്ങളൊന്നും ഉപയോഗിച്ച് വിളിച്ചിട്ട് നല്ല ഉറക്കത്തിലായിരുന്നു, ഗാഠനിദ്രയിൽ. സാധാരണ പേര് വിളിച്ച ഉണരത്തില്ലല്ലോ. പിന്നീട് രാജാവ് എന്ത് ചെയ്തു? തന്റെ കൈകൊണ്ട് ആപേക്ഷ്യ കുലുക്കി
അവനെ തിരിച്ചും മറിച്ചുവിട്ട് മുഖത്ത് വെള്ളമെല്ലാം കുടഞ്ഞു ബോധയാഞ്ചകാര ഉണർത്തി വ്യക്തമായി ബോധ്യപ്പെടുത്തി കൊടുക്കുകയാണ് എന്താണ് ബ്രഹ്മം. അവൻ ജാഗ്രതത്തിലായിരുന്നെങ്കിൽ ഈ പേരുകൾ അറിയാമെന്നുള്ള ഒരുവനാണെങ്കിൽ ഇതെന്റെ പേരാണെന്ന് മനസ്സിലാക്കുന്നവനാണെങ്കിൽ ഈ പേരുകൾ വിളിച്ചു കഴിഞ്ഞാൽ അവൻ ഉടനെ പ്രതികരിക്കും. എന്താ വിളിച്ചതെന്ന് ചോദിക്കും. പക്ഷെ ഇവിടെ ഇവൻ ഉറക്കത്തിലാണ്. അപ്പൊ ഈ പേരുകൾ ബ്രഹ്മത്തിന്റെ പേരുകളാണെങ്കിൽ ആ ഉറങ്ങിക്കിടക്കുന്ന ആ ബ്രഹ്മം ഈ പേര് കേട്ടിട്ട് ഉണർന്നു. പക്ഷെ അവിടെ അങ്ങനെ സംഭവിച്ചില്ല. തേനസ ഉത്തസ്തു. പക്ഷെ കുലുക്കി വിളിച്ചപ്പോൾ എണീറ്റു. തസ്മാത് യോ ഗാർഗീണ അഭിപ്രേതു നാസു അസ്മിൻ ശരീരേ കർത്ത ഭോക്ത ബ്രഹ്മേതി. അതുകൊണ്ട് ഗാർഗ്യൻ പറഞ്ഞിരിക്കുന്നു, ഗാർഗ്യൻ ധരിച്ചിരിക്കുന്നു ഗാർഗ്യൻ ധരിച്ചിരിക്കുന്ന ബ്രഹ്മം എന്താണോ? പ്രാണാത്മാ, പ്രാണദേവത. ഗാർഗ്യ അഭിമത പ്രാണദേവത. ഗാർഗ്യന് അതിനെയാണ് സ്വാഭാവികമായ ആ ചൈതന്യത്തെയാണ് ഗാർഗ്യൻ ബ്രഹ്മമെന്ന് ധരിച്ചത്. അതാണ് ഇവിടുത്തെ ഉപദേശത്തിന്റെ താല്പര്യം. വാസ്തവത്തിൽ ആ ബ്രഹ്മം നിരുപാധികമാണ്, നാമരൂപങ്ങൾക്ക് അതീതനാണ്, പ്രാണാദി ഉപാധി രഹിതനാണ്. പക്ഷെ അത്രമാത്രം ചിന്തിക്കാൻ ഗാർഗ്യന് കഴിഞ്ഞില്ല. ഗാർഗ്യ അഭിമത പ്രാണദേവത അതിരിക്ത, അതിനപ്പുറം, അതിന് സാക്ഷിയായിരിക്കുന്നു. അവന് ജീവൻ എന്നല്ല പറയേണ്ടത്, ജീവസാക്ഷി. ഏവ ആത്മാ, അതാണ് ഇവിടെ പറയുന്ന ആത്മാവ്. അസ്മിൻ ശരീരേ കർത്ത ഭോക്ത എന്ന പ്രാണ. അവനാണ് ഈ ഉപാധികളെ സ്വീകരിച്ചുകൊണ്ട് കർത്താവായും ഭോക്താവായും ഇരിക്കുന്നത്. പക്ഷെ ആ നിരുപാധികനായിരിക്കുന്ന ബ്രഹ്മം ഉപാധികളെ സ്വീകരിച്ചുകൊണ്ട് ഈ ശരീരത്തിൽ കർത്താവായും ഭോക്താവായും ഇരിക്കുന്നു നല്ല ഗാർഗ്യൻ ധരിച്ചത്. മറിച്ച് ഈ ബാഹ്യമായി കാണുന്ന പ്രാണ, മനസ്സ്, ഇതെല്ലാമാണ് ഇവിടെ കർത്താവും ഭോക്താവായും ഇരിക്കുന്നതെന്നാണ് ഗാർഗ്യൻ ധരിച്ചത്. അതുകൊണ്ടാണ് ഇതിനെ ഉപാസിക്കാൻ പറഞ്ഞത്. ന പ്രാണ അല്ല, ആ പ്രാണനല്ല, പ്രാണാത്മാവല്ല. ഇത് നിശ്ചയതേ. അന്യഥ ഉച്ഛ്വാസ നിശ്വാസരൂപേണ വ്യാപ്രിയമാണസ്യ പ്രാണസ്യ. അതും ഈ ഉറങ്ങിക്കിടക്കുന്നവന്റെ അടുത്ത് കൊണ്ടുപോയതിനൊരു താല്പര്യം കൂടെയുണ്ട്. ഈ പ്രാണനെയാണ്, ഈ പ്രാണരൂപത്തിൽ ഈ ശരീരത്തിൽ ജലിച്ചുകൊണ്ടിരിക്കുന്നവനെയാണ് ആത്മാവെന്ന് ധരിച്ചത്. അത് തന്നെ സമഷ്ടി പ്രപഞ്ചത്തിൽ വ്യാപിച്ചിരിക്കുന്നു. അതാണ് ആത്മാവെന്നൊക്കെയാണ് ഗാർഗ്യൻ ധരിച്ചിരിക്കുന്നത്. അത് ആത്മാവല്ലെന്ന് ധരിപ്പിക്കാൻ വേണ്ടി ഉറങ്ങിക്കിടക്കുന്നവന്റെ അടുത്ത് എന്ത് കൊണ്ടുപോയി? കാരണം ഇവിടെ പറയുന്നു ഉച്ഛ്വാസ നിശ്വാസരൂപേണ വ്യാപ്രിയമാണ് പ്രാണസ്യ. കാരണം അവിടെയും കാണാം പ്രാണൻ. ഉറങ്ങിക്കിടക്കുന്നവനും ശ്വാസോച്ഛ്വാസം ചെയ്യുന്നുണ്ട്, അവിടെയും പ്രാണവ്യാപാരമുണ്ട്. അതാണ് ആത്മാവെങ്കിൽ അവനെ ഈ പേരിൽ വിളിക്കുമ്പോൾ ഇതെല്ലാം പ്രാണന് യോജിക്കുന്ന പേരാണ്. അവിടെ പണ്ഡരവാസ എന്ന് പറയുന്ന ഭാഗത്ത് വ്യാഖ്യാനിച്ച ഭാഷ്യകാരൻ പറഞ്ഞു അപ്ശരീരനാണ് പ്രാണൻ, ജലോപാധിയോടുകൂടിയവനാണ് പ്രാണൻ. അതിനെ ആശ്രയിച്ചാണല്ലോ പ്രാണൻ നിലനിൽക്കുന്നത്. അല്ലെങ്കിൽ അതിസൂക്ഷ്മമായ ജലതന്മാത്രകൾ, അതാണ് പ്രാണന്റെ ഉപാധി എന്നെല്ലാം അവിടെ വ്യാഖ്യാനിച്ചു. അങ്ങനെയുള്ള പ്രാണന്റെ പ്രവർത്തനം ഇവിടെ കാണുന്നുണ്ട്, ഉറങ്ങിക്കിടക്കുന്നവരിലും കാണുന്നുണ്ട്. അപ്പോൾ അവനാണ്
ആ പ്രാണനാണ് ആത്മാവെങ്കിൽ ആ പ്രാണന്റെ പേര് പറഞ്ഞാൽ കേൾക്കണം. അപ്പൊ ആത്മാവ് ആ കാണുന്ന പ്രാണന വ്യാപാരത്തിനും അപ്പുറത്തുള്ള എന്തോ ഒന്നാണ്. ആ ശ്വാസോച്ഛ്വാസാദി വ്യാപാരങ്ങൾ ഈ സ്ഥൂല ശരീരത്തിൽ കാണപ്പെടുന്നുണ്ടെങ്കിലും ആത്മാവ് അതിനപ്പുറമാണ് എന്നാണ്. അത് സുഷുപ്തിയിൽ നിന്ന് തന്നെ മനസ്സിലാക്കണം. ആത്മാവിന്റെ വാസ്തവ സ്വരൂപത്തെ, നിരുപാധികമായ സ്വരൂപത്തെ ഗുരുവിന് മനസ്സിലാക്കാൻ സുഷുപ്തി പോലെ വേറൊരു ദൃഷ്ടാന്തമില്ല. അത്രയും യോജിച്ചു. അതുകൊണ്ട് ശ്വാസ ഉച്ഛ്വാസ നിശ്വാസ രൂപേണ വ്യാപ്രിയമാണ് പ്രാണസ്യ ബൃഹന്നിത്യാദി പ്രാണ ആത്മചന്ദ്രാദിത്യാദി നാമഭി സംബോധന ആശ്രയണം അനുത്ഥാനം ച നസ്യ. അതുകൊണ്ട് ഇവിടെ മനസ്സിലാകുന്നു എന്താണ്, ഇതല്ല ആത്മാവ്, പ്രാണനല്ല ആത്മാവ്. ആയിരുന്നുവെങ്കിൽ പ്രാണനവിടെ പ്രത്യക്ഷമാണല്ലോ, പ്രാണനവിടെ ഉണർന്നിരിക്കുകയല്ലേ. ആ പേര് വിളിക്കുമ്പോൾ ഉടൻ തന്നെ ഉണർന്നാൽ. അപ്പൊ ഈ കൊടുത്തിരിക്കുന്ന പേരുകൾ കൊണ്ട് പരമാവധി പ്രാണനെ ബോധിക്കാൻ കഴിയും, അതിനപ്പുറമുള്ള ആത്മാവിനെ ബോധിക്കാൻ കഴിയത്തില്ല. അത് മാത്രമല്ല, ആപേക്ഷണേനച്ച സംഘാതോ ഭോക്ത നേതി നിർണയിതം. ഇനി കുലുക്കി നോക്കി, ആപേക്ഷം ആപേക്ഷ്യ എന്നാ പറയുന്നത്. എന്നുവെച്ചാൽ ഒരു തവണ കുലുക്കിയല്ല, പലതവണ അത് ആവർത്തിച്ചു. പലതവണ ആവർത്തിച്ചുകൊണ്ട് അതുകൊണ്ട് മനസ്സിലാക്കുക എന്താണോ, സ്പർശിച്ചപ്പോഴും അവൻ അറിഞ്ഞില്ല. സംഘാതോ ഭോക്താന, ഈ സംഘാതം ഇതല്ല കർത്താവായും ഭോക്താവായും ഇരിക്കുന്ന ആത്മാവ്. അത് പ്രാണനുമല്ല, കേവല പ്രാണനല്ല, കേവല ശരീരമല്ല. അന്യഥ സ്പർശമാത്രേണ അഭ്യുത്ഥാനം സ്യാ. ഈ കാണുന്ന ആ രൂപമാണ് ആ കിടക്കുന്ന ശരീരം. പ്രാണവ്യാപാരം നടക്കുന്ന ആ ശരീരമാണ് ആത്മാവായിരുന്നെങ്കിൽ തൊട്ടപ്പോൾ അറിഞ്ഞ് എണീറ്റ് ആത്മാവ് ഉണർന്നാൽ. അതിനെക്കുറിച്ച് അടുത്ത വിശദമായി ചർച്ച ചെയ്ത് എവിടുന്നാ ഉണർന്നു വന്നു, എവിടേക്കാ പോയിരുന്നത്, ആ ജീവൻ അതാണ് ആത്മാവ്. തന്റെ എല്ലാ ഉപാധികളെയും വിട്ടിട്ട് ഈ ബന്ധങ്ങളെല്ലാം ഉപേക്ഷിച്ച് ആത്മാവ് അവിടെ സ്വസ്വരൂപസ്ഥിതനായിരിക്കുന്നു. അതാണ് ആത്മാവ്. ഇതിന് സുഷുപ്തിയിലല്ലാതെ വേറെ എവിടെയാണ് മനസ്സിലാക്കുന്നത്? ജാഗ്രതത്തിൽ ഈ കരണങ്ങളും ഇന്ദ്രിയങ്ങളും എല്ലാം ഉണർന്നിരുന്ന് സുഷുപ്തി ഉൾപ്പെടെയുള്ള വിഷയങ്ങളെ കുറിച്ച് ചിന്തിക്കുമ്പോൾ ഈ സുഷുപ്തി വിട്ടുള്ള ഒരവസ്ഥ, അതിലെത്തിച്ചേരുന്നില്ല. ഇതിനോടെല്ലാം താതാത്മ്യപ്പെട്ടിരിക്കുന്നു, മനസ്സിനോടും കർണങ്ങളോടും പ്രാണനോടുമെല്ലാം. പക്ഷെ മറ്റൊരാളുടെ സുഷുപ്തിയെ നോക്കിയപ്പോൾ മനസ്സിലായി, എന്താണ് കണ്ടപ്പോൾ മനസ്സിലായി. ആ ഉറങ്ങിക്കിടക്കുന്നവന് ബാഹ്യമായി കാണുന്ന ശരീരവ്യാപാരങ്ങൾ, അതായത് പ്രാണവ്യാപാരം, ശ്വാസോച്ഛ്വാസം, ഇതിനെല്ലാം അപ്പുറമുള്ള ഒരു നിലയുണ്ട്. ആ നിലയിലേക്ക് ആ ജീവൻ പോയി. സദാ സൗമ്യ തഥാ സമ്പന്നോ ഭവതി സമപീതോ ഭവതി. അതിന് വീണ്ടും പറയുന്നുണ്ട്, താൻ
സ്വസ്വരൂപത്തിലേക്ക് അവിടെ ഏകീഭവിച്ചു. ഭാഷ്യകാരൻ പറയും അവിടെ കേവലനായി, ഏകനായി, രണ്ടാമതൊന്നില്ലാത്തവനായി അവിടെ ഏകീഭവിച്ചു. അവിടെ നിന്ന് തിരിച്ചു വരുന്നു, പോകുന്നു. അതിനെക്കുറിച്ച് വിശദമായി ചർച്ച ചെയ്യും. അതാണ് ആ സുഷുപ്തിയിൽ സ്ഥിതി ചെയ്യുന്നവനാണ് നിരുപാധികനായ ആത്മാവ്, മുഖ്യാത്മാവ്. ജാഗ്രത സ്വപ്നങ്ങളിലുള്ളത് സോപാധികമായ ആത്മാവ്. ഈ ജാഗ്രതത്തിൽ കർത്താവും ഭോക്താവായും ഇരിക്കുന്നത് ആ സുഷുപ്തനാണ്. ഉപാധികളെ സ്വീകരിക്കുമ്പോൾ അവൻ കർത്താവും ഭോക്താവുമാകും. നല്ല കേവലമായി പ്രാണനല്ല. ആ പ്രാണനും അവന്റെ ഉപാധിയാണെന്ന് സ്വീകരിച്ചാൽ കുഴപ്പമില്ല. അതിനെ വിട്ടിട്ട് കേവലം പ്രാണന ആത്മാവാണ് എന്ന് ധരിക്കുന്നിടത്ത് അബദ്ധമാണ്. അത് മനസ്സിലാക്കി കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഉറങ്ങുന്ന ഒരാളുടെ അടുത്ത് കൊണ്ടുപോയി പരീക്ഷണം നടത്തി കാണിച്ചു കൊടുക്കുന്നത്. ആത്മാവിന് അങ്ങനെ ഒരു നിലയുണ്ട്, നാമരൂപങ്ങൾക്കെല്ലാം അതീതമായ, മനസ്സ് പ്രാണൻ ഇവയ്ക്കെല്ലാം അതീതമായ ഒരു നില. അതിനുവേണ്ടി സമാധിയിലൊന്നും പോകേണ്ട കാര്യമില്ല. ജാഗ്രതത്തിൽ ഇരുന്നുകൊണ്ട് ഉറക്കത്തെ കുറിച്ച് മനനം ചെയ്താൽ മതി, അത് വ്യക്തമാകും. വ്യക്തമാക്കിയാണ് ഇവിടെ ആ നിരുപാധികമായ ബ്രഹ്മത്തെ ബോധിപ്പിക്കുന്ന ജാഗ്രതത്തിലാണ്. ഇവിടെ അജാതശത്രു ഗാർഗ്യനോട് രണ്ടുപേരും ഉണർന്നിരിക്കുന്ന സമയമാണ്. രണ്ടുപേരും പരസ്പര ആശയവിനിമയം ചെയ്യുന്ന സമയമാണ്. ആ സമയത്ത് ബോധിപ്പിക്കുകയാണ് ഉറങ്ങിക്കിടക്കുന്നവനെ കേവലം ഒരു ദൃഷ്ടാന്തമായി എടുത്തുകൊണ്ട്. അതൊരു ഉദാഹരണം മാത്രം. ആ ഉദാഹരണത്തിലൂടെ എങ്ങനെ മനസ്സിലാക്കണം? ആരെയാ മനസ്സിലാക്കേണ്ടത്? ആത്മാവിന്. അത് ഉറങ്ങിക്കിടക്കുന്നവന്റെ ആത്മാവിനെയാണോ? അല്ല, തന്റെ സ്വരൂപത്തെ തന്നെ. തന്റെ സ്വരൂപത്തിലും ഇത് തന്നെയാണ് സംഭവിക്കുന്നത്. ഈ ജാഗ്രതത്തിലും ഈ സ്വപ്നത്തിലെയും ഈ കോലാഹലങ്ങളെല്ലാം അവസാനിക്കുമ്പോൾ ഈ ഉപാധികളെല്ലാം വിട്ട് ആത്മാവ് സ്വസ്വരൂപസ്ഥിതനാകുന്നു. ഇത് തന്റെ സ്വരൂപത്തിൽ അങ്ങനെ ഒരു മുഖ്യമായ ഭാവമുണ്ട്, സ്വരൂപസ്ഥിതിയുണ്ട് എന്ന് തന്നിൽ തന്നെ അതിനെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ബാഹ്യമായി ഉറങ്ങിക്കിടക്കുന്ന ഒരുവനെ ഇവിടെ കേവലം ദൃഷ്ടാന്തമായി എടുക്കുന്നു. അപ്പോൾ ആത്മാവിന്റെ അല്ലെങ്കിൽ സ്വസ്വരൂപത്തിന്റെ മുഖ്യമായ രൂപം അല്ലെങ്കിൽ നിരുപാധികമായ രൂപത്തെ മനസ്സിലാക്കുന്നതിന് ഉറങ്ങിക്കിടക്കുന്ന അന്യൻ ഒരു ദൃഷ്ടാന്തമാണ്, ദൃഷ്ടാന്തം മാത്രം. തന്റെ ഉറക്കം അതനുഭവം. തന്റെ ഉറക്കം എന്ന് പറയുന്നത് തന്റെ അനുഭവമല്ല, അന്യന്റെ ഉറക്കം അവന്റെ അനുഭവമാണ്. തന്റെ ഉറക്കത്തെക്കുറിച്ചുള്ള ജാഗ്രതത്തിലെ അനുഭവം. ഉറക്കത്തിലൊന്നും അനുഭവിക്കാൻ കഴിയത്തില്ല. ഉറക്കത്തിൽ അനുഭവിക്കാതിരിക്കാനേ കഴിയും. അനുഭവിച്ചാൽ ഉണർന്നു. എന്തിനനുഭവിച്ചാൽ? അനുഭവം എന്നാൽ ഉണർവെന്നാണ്. അപ്പോൾ അന്യന്റെ ഉറക്കത്തെ നോക്കുമ്പോൾ അതൊരു ദൃഷ്ടാന്തമായി മാറും. അത് ഇവിടെ വ്യക്തമാക്കിയിരിക്കുകയാണ്. അത് ഈ രീതിയിൽ വ്യക്തമാക്കുന്നതിന് കാരണം ഉറങ്ങുന്നവനെ കാണുമ്പോൾ നമ്മൾ വിചാരിക്കും
അയാൾ ഉറങ്ങുന്നുണ്ട് ശരി തന്നെയാണ്. പക്ഷെ നിങ്ങൾ പറയുന്ന നിരുപാധികമൊന്നും അവിടെയില്ല. എന്തുകൊണ്ട്? അവനെ നോക്കുക, അവന്റെ ശരീരത്തിൽ ശ്വാസോച്ഛ്വാസങ്ങൾ നടക്കുന്നു, പ്രാണവ്യാപാരം നടക്കുന്നു. പിന്നെ അവന്റെ തലച്ചോറ് വേണമെങ്കിൽ പരിശോധിക്കാം, അവിടെ രാസപ്രവർത്തനം നടക്കുന്നു, ശരീരത്തിൽ ഊർജപ്രവാഹം നടക്കുന്നു. എവിടെയാ നിരുപാധികത്വം എന്ന് പറയാം? പക്ഷേ തന്റെ ഉറക്കത്തെക്കുറിച്ച് ആർക്കെങ്കിലും ഇത് പറയാൻ പറ്റും? അതൊരു ദൃഷ്ടാന്തം മാത്രമാണ്. ദാഷ്ടാന്തികം താനാണ്. അന്യന്റെ ഉറക്കത്തെ നമുക്ക് പരിശോധിക്കാം, പരിശോധിച്ചിട്ട് പറയാം എന്താണ് അവിടെ ശ്വാസോച്ഛ്വാസമുണ്ട്, തലച്ചോറ് പ്രവർത്തിക്കുന്നു, അവിടെ വൈദ്യുത തരംഗങ്ങളുണ്ട്, ഉറക്കത്തിന് പല അളവുകളുണ്ട്, കുറഞ്ഞ ഉറക്കമുണ്ട്, കൂടിയ ഉറക്കമുണ്ട്, ഗാഠനിദ്രയുണ്ട്, പലതും പറയാം. എത്ര ബുദ്ധിമാനായാലും ശരി, ഏത് വലിയ ശാസ്ത്രജ്ഞനായാലും ശരി, അവനവന്റെ ഉറക്കത്തെക്കുറിച്ച് പഠിക്കാൻ പറ്റും, ഉറങ്ങാനേ പറ്റും. അവിടെ ഒരു പഠനവും നടക്കത്തില്ല ആ സമയത്ത്. ഇനി ഒരു കാലത്ത് സംഭവിക്കാനും പോകണം. ഒക്കെ എത്ര പുരോഗമിച്ചു കഴിഞ്ഞാലും ശരി, തന്റെ ഉറക്കത്തെക്കുറിച്ച് ആ ഉറക്കത്തിൽ താൻ പഠിക്കാതെ നടക്കത്തില്ല. അപ്പം അതെന്തായി? ദാഷ്ടാന്തികമായി. അത് തനിക്ക് പഠിക്കാൻ കഴിയത്തില്ല, ചിന്തിക്കാൻ കഴിയത്തില്ല, മനനത്തിന് വിഷയമാക്കാൻ കഴിയത്തില്ല. അതുകൊണ്ട് നമ്മൾ ഒരാളെ ബോധിപ്പിക്കാൻ ശ്രമിക്കുകയാണ്, ആ ഉറക്കം അത് അവിടെ നിരുപാധികമായ രൂപമാണ് എന്നെല്ലാം പറഞ്ഞു കഴിഞ്ഞാലും തന്നെക്കുറിച്ചാണ് പറയണമെങ്കിൽ അവിടെ മനസ്സിലാക്കാനൊരു ഉപായമില്ല. അവിടെ ബുദ്ധിയില്ല, അവിടെ അറിവ് പ്രവർത്തിക്കുന്നില്ല, ഒന്നുമില്ല. അതുകൊണ്ട് രണ്ടാമത് ഗുരുവിന്റെ ഉറക്കത്തെ കാണിച്ചു കൊടുത്തു, അത് നോക്കി പഠിക്കും. അവിടെ ആത്മാവെന്ന് പറയുന്ന ഈ കാണുന്ന പ്രാണനാദി വ്യാപാരം ചെയ്യുന്നവനാണോ? അത് രാമനോ കൃഷ്ണനോ ആണോ? അല്ല. ആണെങ്കിൽ പ്രതികരണം ഉണ്ടായാലും വിളിച്ചു കഴിഞ്ഞാൽ വിളി സ്പർശിച്ച അറിയും. ഈ വ്യാപാരങ്ങൾക്ക് അപ്പുറമായി ഒരുവൻ എങ്ങനെയാണോ ആ ഉറങ്ങിക്കിടക്കുന്നവനിൽ ഇരിക്കുന്നത്, മരിക്കുന്നില്ലല്ലോ, വീണ്ടും അവൻ വരുന്നില്ലേ തിരിച്ച്. അപ്പം അവന്റെ സത്ത എന്തോ അതവിടെ നഷ്ടപ്പെടാതിരിക്കുന്നു. ആ സത്തയിലാണ് അവൻ ഇരിക്കുന്നത്, ആ സത്തയിലാണ് ഈ കാണുന്ന വ്യാപാരങ്ങളെല്ലാം നടക്കുന്നത്. ആ സത്തയിൽ നിന്നാണ് അവൻ വീണ്ടും ജാഗ്രതത്തിലേക്ക് വരുന്നത്. അതെല്ലാം ഇനി വിശദീകരിക്കും. അത് തന്നെയാണ് ഇനി ഈ പറയുന്ന ബ്രഹ്മം. അത് തന്നെയാണ് നിന്നിന് സംഭവിക്കുന്നത് എന്ന് ആ ദൃഷ്ടാന്തത്തിലൂടെ മനസ്സിലാക്കും. അല്ലാതെ നേരിട്ട് മനസ്സിലാക്കാൻ കഴിയത്തില്ല ബ്രഹ്മത്തെ. അതുകൊണ്ടാണ് പറയുന്നത് ബ്രഹ്മം വാക്കിനും മനസ്സിനും എല്ലാം അപ്പുറമാണ്. അതൊരിക്കലും സംഭവിക്കാത്ത കാര്യമാണ് എന്ന് പറയുന്നത് അതുകൊണ്ടാണ്. ഒരിക്കലും സുഷുപ്തിയെ നേരിട്ടറിയാൻ കഴിയത്തില്ല ആർക്കും, ഒരു ജീവനും. പിന്നെ സുഷുപ്തിയെക്കുറിച്ച് പറയുന്നതെല്ലാം എന്താണോ? ജാഗ്രതത്തിലെ ചിന്ത. സുഷുപ്തിയെക്കുറിച്ച് ജാഗ്രതത്തിലുള്ള ചിന്ത. അത് തന്റെ സുഷുപ്തിയെക്കുറിച്ച് തന്റെ ജാഗ്രത പഠിക്കാൻ കഴിയും. എന്തുകൊണ്ട്? തന്റെ ജാഗ്രതത്തിൽ ആ സുഷുപ്തിയില്ല. അന്യന്റെ സുഷുപ്തിയെക്കുറിച്ച് തനിക്ക് പഠിക്കാം തന്റെ ജാഗ്രത. അവിടെ ഈ പോരായ്മ വരും. അവിടെ ഈ ബാഹ്യമായ വിഷയങ്ങളെക്കുറിച്ചുള്ള അറിവേ ഉള്ളൂ. ആ നിരുപാധികമായ രൂപത്തെ അറിയാൻ കഴിയും. അല്ല, തന്റെ സുഷുപ്തിയെ നിഷേധിക്കാൻ പറ്റില്ല. ഞാൻ ഉറങ്ങിയില്ല, എനിക്കങ്ങനെ ഒരു അവസ്ഥ ഉണ്ടായില്ല, അത് പറയാൻ കഴിയുന്നുണ്ടോ? ഇല്ല. അതുകൊണ്ട് തന്റെ സുഷുപ്തിയെ നിഷേധിക്കാൻ കഴിയുന്നില്ല. എന്തുകൊണ്ട്? അത് തന്റെ സ്വരൂപമാണ്. സ്വരൂപത്തെ നിഷേധിക്കാൻ കഴിയില്ല. കാരണം സ്വരൂപത്തെ നിഷേധിക്കുന്നുവെങ്കിൽ
ആ നിഷേധിക്കേണ്ടവൻ ആ സ്വരൂപം തന്നെയാണ്. അത് സംഭവിക്കത്തില്ല. ആത്മാശ്രയ ദോഷം അതുകൊണ്ട് തന്നെ നിഷേധിക്കാൻ വയ്യാതെ അംഗീകരിക്കുന്നു. എന്നാൽ ബാക്കി എല്ലാത്തിനെയും നിഷേധിക്കും. ജാഗ്രത സ്വപ്നങ്ങളെല്ലാം നിഷേധിക്കും. നേതി ആ ജാഗ്രത സ്വപ്നങ്ങളെല്ലാം നിഷേധിച്ചു കഴിഞ്ഞാൽ ശേഷിക്കുന്ന എന്തോ അതാണ് തന്റെ സ്വരൂപം. അതാണ് സുഷുപ്തി. അവിടെ കേവലനായിരിക്കുന്നു. അതാണ് നിരുപാധികമായ ബ്രഹ്മം. അപ്പോൾ ഇവിടെ ഗാർഗ്യൻ ബ്രഹ്മത്തെക്കുറിച്ച് വർണ്ണിക്കുന്നതിന് വേണ്ടി സൂര്യനിലും ചന്ദ്രനിലും ആകാശത്തിലും എല്ലാം പോയി. പക്ഷെ തന്റെ തന്നെ ആ നിരുപാധികമായ രൂപത്തിലേക്ക് പോയില്ല. തന്നിലേക്ക് വന്നു, അതിലെല്ലാം പോയി. പക്ഷെ തന്റെ നിരുപാധികമായ ആ സുഷുപ്ത സ്ഥിതി അവിടെ എത്തിയില്ല. കാരണം ജാഗ്രതത്തിലാണല്ലോ ചിന്തകളും വിചാരങ്ങളുമെല്ലാം. അതിലീ മനസ്സ്, പ്രാണൻ, ഇതിന്റെയൊക്കെ സ്വാധീനം വളരെ വലുതാണ്. ഇതിനെ ആശ്രയിച്ചാണ് ഈ വിചാരങ്ങളെല്ലാം നടക്കുന്നത്. അതുകൊണ്ട് ഇത് ജാഗ്രതത്തിനെ കടന്ന് ഇതിനൊന്നും ഒരു സ്ഥാനമില്ലാത്ത സുഷുപ്തിയിൽ എത്തിച്ചേരുക എന്ന് പറയുന്നത് അസാധ്യമാണ്. അതുകൊണ്ട് ബ്രഹ്മത്തെക്കുറിച്ച് വിചാരിച്ചാലും ജാഗ്രത തുടങ്ങുന്നു, ജാഗ്രതയിൽ അവസാനിക്കുന്നു. അതുകൊണ്ടാണ് ഇവിടെ പറയുന്നത് നീ ബ്രഹ്മം എന്താണെന്ന് സുഷുപ്തനൻ മനസ്സിലാക്കുക. അത് ജാഗ്രതയിലിരുന്നുകൊണ്ട് മനസ്സിലാക്കുക. ആ സുഷുപ്തി തന്നിലാണെന്ന് ഗ്രഹിച്ചു കഴിഞ്ഞാൽ ആത്മജ്ഞാനമായി, ആത്മബോധമായി. കഥം പുനരിതം അവഗമ്യതി സുപ്ത പുരുഷ ഗമന തസംബോധന അനുത്ഥാനേർ ഗാർഗ്യ അഭിമതസ്യ ബ്രഹ്മണോ അബ്രഹ്മത്വം ജ്ഞാപിതം വിധി. ഗാർഗ്യൻ പറയുന്ന ബ്രഹ്മൻ, ആ പ്രാണൻ, അതല്ല വാസ്തവ ബ്രഹ്മം. അത് ഈ സുഷുപ്തി ദൃഷ്ടാന്തത്തിലൂടെ എങ്ങനെ മനസ്സിലാകുമെന്നാണ് ചോദിക്കുന്നത്. സുപ്തപുരുഷഗമനം, ഉറങ്ങിക്കിടക്കുന്നതിന്റെ അടുത്ത് പോവുക, തത്സംബോധന, അവനെ ഉണർത്താൻ ശ്രമിക്കുക, അനുത്ഥാനമോ ഉണരാതിരിക്കുക. ഇതെല്ലാം കൊണ്ട് എങ്ങനെ മനസ്സിലാക്കുന്നു? ആ സുഷുപ്തിയാണോ ബ്രഹ്മം എന്ന് പറഞ്ഞാൽ നമ്മുടെ മനസ്സിൽ വരുന്ന ഒരു പരിഹാസമാണ്. ഉറക്കമാണോ ബ്രഹ്മം? ഇത്രയേ ഉള്ളൂ. അതാണ് നമുക്ക് തോന്നുന്നത്. സുപ്തപുരുഷനാണ് ആ ബ്രഹ്മം എന്ന് പറഞ്ഞാൽ സുഷുപ്തിവാദി എന്ന് പറഞ്ഞാൽ അവരാക്ഷേപിക്കും. ഉറക്കത്തെ ബ്രഹ്മം എന്ന് പറയുന്നത് തന്നെയാണ്. അതാണ് ഇവിടെയും പൂർവക്ഷി ചോദിക്കുന്നത്, നിങ്ങൾ ഈ സുഷുപ്തിയെ ബ്രഹ്മം എന്നെങ്ങനെ പറയുന്നു? ഇത് എത്രയുള്ളൂ ബ്രഹ്മം? ജാഗ്രതകാലേ യോഗാർഗ്യപ്രീത പുരുഷ കർത്ത ഭോക്ത ബ്രഹ്മ സന്ധി ഇത കർണേഷു യഥാ തഥാ അജാതശത്രു വിപരീതോപി തസ്വാമി മൃത്യുഷീവ രാജ സന്നിധേവ. രണ്ടുപേരും രണ്ട് തരത്തിൽ. ഗാർഗ്യൻ എന്ന് പറയുന്നു, ഈ ഉണർന്നിരിക്കുന്ന ഈ പ്രാണൻ കർത്താവും ഭോക്താവുമായിരിക്കുന്നത് ഇവനാണ് ആത്മാവെന്ന് പറയുന്നു, ഈ പ്രാണൻ. അജാതശത്രു എന്ന് പറയുന്നു, ഇതിനെല്ലാം കാരണക്കാരനായിരിക്കുന്ന ഒരുവൻ. അത് സൃഷ്ടിയിൽ തെളിച്ചു കാണിക്കാവുന്ന ഒരുവൻ. ഇതൊന്നും ഇല്ലാതിരുന്നാലും ശേഷിക്കുന്ന ഒരുവൻ. ഭൃത്യേഷുവരാജ, അതാണ്. ഇതാണ് രണ്ടുപേരും തമ്മിൽ പറയുന്നതിലെ വ്യത്യാസം. ഒരാൾ ബ്രഹ്മത്തെ ജാഗ്രതത്തിലെ ഈ പ്രവർത്തനങ്ങളിലൂടെ കാണാൻ ശ്രമിക്കുന്നു.
മറ്റൊരാൾ ബ്രഹ്മത്തെ ഈ പ്രവർത്തനങ്ങളെല്ലാം അവസാനിച്ചാലും ശേഷിക്കുന്നവനായി മനസ്സിലാക്കിയിരുന്നു. ഇതാണ് രണ്ടും തമ്മിലുള്ള വ്യത്യാസം. കിന്തു ഭൃത്യസ്വാമിനോർ ഗാർഗ്യ അജാതശത്രു അഭിപ്രേതയോർ യത് വിവേക അവധാരണ കാരണം തസങ്കീർണത്വാ അനവധാരിത വിശേഷം യത് ദൃഷ്ടത്വമേവ ഭോക്തൃന ദൃശ്യത്വം യച്ച അഭോക്തൃദൃശ്യത്വമേവ ന ദൃഷ്ടത്വം തച്ചോഭയമിവ സങ്കീർണത്വാ വിവിച്യ ദർശയതും അശക്യമിതി സുഷുപ്ത പുരുഷഗമനം. പറയുന്ന ജാഗ്രത്തിൽ നമ്മൾ സാറിന് പറയും ആത്മാനാത്മവിവേകം. ജാഗ്രത അനുഭവത്തെ നിലനിർത്തിക്കൊണ്ട് ജാഗ്രത അനുഭവത്തിലൂടെ ഈ ബ്രഹ്മത്തെ വിവേചിച്ചറിയുക എന്ന് പറയുന്നത് പ്രയാസമുള്ള കാര്യമെന്നാണ് പറയുന്നത്. കാരണം ഇത് അത്രയും സങ്കീർണമായിരിക്കുന്നു. ഒന്ന് നിത്യശുദ്ധ മുക്തമായിരിക്കുന്ന സ്വസ്വരൂപം, മറ്റൊന്ന് കർത്താവും ഭോക്താവും സുഖിയും ദുഃഖിയും ദുഷ്ടാവും ശ്രോതാവും മന്ദാവുമായിരിക്കുന്ന താൻ. ഇതിനെങ്ങനെ ഈ ജാഗ്രതയിൽ വേർതിരിക്കുന്നു? ഒന്നും മറ്റൊന്നിനോട് വേർപിരിക്കാൻ കഴിയാത്ത രീതിയിൽ ഇഴുകിച്ചേർന്നിരിക്കുകയാണ്. ഇവിടെ ഇരുന്നുകൊണ്ട് എത്രയൊക്കെ പറഞ്ഞാലും എന്താണ്, ഞാൻ കർത്താവല്ല, ഭോക്താവല്ല, സച്ചിദാനന്ദ സ്വരൂപനാണ്, ഇല്ല എത്രയെല്ലാം പറഞ്ഞു കഴിഞ്ഞാലും അനുഭവത്തിൽ എന്താണ് വീണ്ടും താൻ കർത്താവും ഭോക്താവും സുഖിയും ദുഃഖിയും. പറയുന്നത് ഇത് സങ്കീർണമായിരിക്കും. ജാഗ്രതയിൽ ആത്മവിവേചനം. അപ്പൊ ജാഗ്രത അനുഭവത്തെ വെച്ചുകൊണ്ട് ജാഗ്രതയിൽ ഈ ആത്മാവിനെ വിവേചിച്ചറിയുക, ജാഗ്രതനെ മാത്രം ആശ്രയിച്ച്. ജാഗ്രതയിൽ തന്നെയാണ് അറിയേണ്ടത്, പക്ഷേ ഈ ജാഗ്രത അനുഭവത്തെ മാത്രം ആശ്രയിച്ച് വിവേചിച്ചറിയുക പ്രയാസമാണ്. അതുകൊണ്ട് ഈ സങ്കീർണതകളൊന്നുമില്ലാതെ തന്റെ സ്വരൂപം കേവലം സ്വച്ഛമായിരിക്കുന്ന ഒരവസ്ഥ, അവിടെ ഈ കോലാഹലങ്ങളൊന്നുമില്ല. ആ ഒരവസ്ഥയെ ഇവിടെ ചൂണ്ടിക്കാണിക്കുകയാണ്. നിരുപാധികമായ ആ ബ്രഹ്മത്തെ കാണിച്ചു തരുന്നതിന് വേണ്ടി, അതിനുവേണ്ടി സുപ്ത പരിഷദ്ഗമനം, അതിനു വേണ്ടിയിട്ടാണ് ഉറങ്ങിക്കിടക്കുന്ന ഒരുവന്റെ അടുത്ത് പോയി ആ സുഷുപ്തി സ്ഥിതനാണ്, നിരുപാധികമായ മുഖ്യമായിരിക്കുന്ന ബ്രഹ്മം, അതവിടെ നിന്ന് ഇങ്ങോട്ട് വരുന്നു, തിരിച്ചു പോകുന്നു, ആ പോക്കും വരുന്നതൊക്കെ എങ്ങനെയാണ് എന്നുള്ള കാര്യങ്ങളെല്ലാം തുടർന്ന് വിശദീകരിക്കുന്നു, എങ്ങനെ അത് സംഭവിക്കുന്നു. പക്ഷെ നിരുപാധികമായ സ്വരൂപത്തെ ഗ്രഹിക്കുന്നെങ്കിൽ, ഈ ജാഗ്രതയിലിരുന്നുകൊണ്ട് ഗ്രഹിക്കുന്നെങ്കിൽ, ജാഗ്രതയിലിരുന്നേ സാധ്യമാവും. അത് സുഷുപ്തിയെക്കുറിച്ച് ചിന്തിക്കണം എന്നാണ്. അത് അന്യന്റെ സുഷുപ്തിയെക്കുറിച്ച് ചിന്തിച്ചാൽ പോലെ തന്റെ തന്നെ സുഷുപ്തിയെക്കുറിച്ച് ചിന്തിക്കണം. തന്റെ വാസ്തവ സ്വരൂപം അവിടെയാണ്. ഇത് കലർപ്പുള്ള രൂപമാണ് ഈ ജാഗ്രത. ഇത് സങ്കീർണമായതാണ്. ഈ സങ്കീർണതകളിൽ നിന്നും വിവേചിച്ച് അതിനറിയണം എന്നാണ് ശ്രുതി പറയുന്നത്.